എല്ലാം ഉടങ്ങി ചുളിഞ്ഞ് ഭക്ഷണം കഴിക്കൂല. എന്താ കാരണം? നാളേക്ക് വെച്ചിട്ട് പൊയ്ത്ത് പൂപ്പലെടുത്ത് അങ്ങനെ കിടക്കും. ദാരിദ്ര്യ ആ രംഗം ആലോചിച്ച് നോക്കണേ. ഒന്നും അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് മുഴുവൻ മനസ്സോടെ എന്തറിയാം, ഇങ്ങനെ ഉരുകും വീട്ടിലിരുന്നിട്ട്. ഒന്നുമില്ലപ്പ, എന്തെന്ന് പൈസയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനാവിളി, എപ്പം ദാരിദ്ര്യം അല്ലാണ്ട് നിങ്ങൾ പറയുന്നില്ലല്ലോ. എൻ്റെ ബടായിക്കൊരു കുറവുമില്ല. എന്താ കാരണം? ഇയാൾ ഇടക്കിടക്ക് പറയും, ഇനി എന്നെ അധികം കളിക്കണ്ട, രാജാവ് എൻ്റെ ക്ലാസ്മേറ്റാ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ SP വിളിച്ച് പറയും, എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്നെല്ലാം പറയും. അപ്പോൾ ഒരു ദിവസം ഈ പെണ്ണുങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങളെ സുഹൃത്താ രാജാവ് കൃഷ്ണൻ, പോയി ചോദിക്കറോ ഈ ചെറ്റക്കൊടിയിൽ ഈ ഒലിക്കുന്ന സ്ഥലത്ത് 10 പിള്ളറും, അതിനൊരു കുറവുമില്ല. എന്നിട്ട് ഇങ്ങനെ നിങ്ങളെന്താ കളിച്ചു കൂട്ടുന്നു? ഞെട്ടിപ്പോയി. ശരിയല്ലേ? കുചേല സങ്കല്പ, അതിൽ നമുക്ക് ഔപചാരികതയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരേ കാര്യം നമ്മൾ ചെയ്യണ്ടു. നമ്മൾ ശാന്തമായിട്ട് ഒരു 2-3 സെക്കൻഡ് ഇരിക്കുക, അത്രയേ ഉള്ളൂ. ശാന്തമായിട്ട് വളരെ സൈലൻസ് നമ്മൾ അനുഭവിക്കാറുണ്ട്. ശാന്തമായിട്ട് നമ്മളൊരു 2-3 സെക്കൻഡ് ഇരിക്കുക. ഇതിനെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിൻ്റെ ആത്യന്തിക സ്വഭാവം ശാന്തതയാണ്. ശ്രദ്ധിക്കണേ, സൈലൻസ് അല്ലേ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സൈലൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലിപ്പം മുതിർന്നവരെല്ലാം സൈലൻ്റായി, ചെറുതെല്ലാം വയലൻ്റുമായി. അതെന്താ നമ്മൾ സൈലൻ്റായി പോയത്? സൈലൻസ് അല്ല, സൈലൻ്റ് ആവറ്. ആവശ്യമുള്ളിടത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കുകയോ തിരുത്തുകയോ വഴികാട്ടി കൊടുക്കുകയോ ചെയ്യണം. അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. കായാട്ടുകാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം. ഇത് മനോഹരാത്. തെറ്റു ചെയ്യുന്ന തൻ്റെ താഴെയുള്ളവരെ തിരുത്താൻ പറ്റണം. ആ തിരുത്തൽ തെറ്റുദ്ധാരണയിലേക്ക് പോകരുത്. അങ്ങനെയുണ്ട്. ഇതൊരു ചെറിയ ബൗണ്ടറിയാണ്. ഇത് ചെറിയ ബൗണ്ടറി, ഈടുന്ന് തെറ്റിപ്പോറ. അതാ കൃഷ്ണ കുചേല. ആ സങ്കല്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്, രണ്ടുപേരും 5000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭാരതത്തിൽ ജീവിച്ച 2 വ്യക്തിത്വങ്ങളാണ് കൃഷ്ണ ആൻഡ് കുചേല. ശ്രദ്ധിക്കണം. ഒന്ന് ധനികനായി, വലിയ വീട്ടിലാണ് ജനിച്ചത്, ഹി വാസ് റിച്ച്. മറ്റേതോ വെരി 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 ടെറിഫിക്കലി പുവർ, ദരിദ്രനാണ്. രണ്ടറ്റാണ്. ഒന്ന് ജനിച്ചത് കൊട്ടാരത്തിലാണ്, മറ്റേത് ജനിച്ചത് കുടിലാണ്. ഒന്ന് ദരിദ്രനായിരുന്നു, മറ്റേത് രാജാവായിരുന്നു. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണേ. ഇത് അപ്പം എന്താ പ്രത്യേകത? രണ്ടും ജനനത്തിൽ 2 സ്ഥലത്താണ്. പക്ഷേ അവരെവിടെയോ കൂട്ടിമുട്ടി. അവരെവിടെയാ കൂട്ടിമുട്ടിയത്? സ്കൂളിൽ. അവർ കൂട്ടിമുട്ടിയത്, അതെ എല്ലാവരും നോക്കുന്നുണ്ട്. ഞാനത് എല്ലാവരും നോക്കുമായിരുന്നു, അതെന്താ സംഭവം, എന്താ ടീച്ചർ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ഇയാൾക്ക് വേണം, അതിനേക്കാളും ചൊറിയാവും. ഇത് വെറും വെള്ളം കേട്ടോ. അല്ല, ഞാൻ മൈൻഡാണ്, നിങ്ങൾ പേടിക്കണ്ട, മൈൻഡാണ്. ഇപ്പം ഞാൻ കുട്ടികളുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കാസർഗോഡ് കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം തന്നെ. ഞാൻ പറയാം, അയ്യോ അതൊന്നും എടുക്കുക, കുട്ടികളിൽ എന്ത് വ്യക്തിത്വ വികസനം? നമ്മൾ പറയണ്ടേ, കുട്ടികൾ വളരുകയാണ്, അവരെ വളർത്തുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അവർ വളരണം. അവരേത് നോക്കി വളരണം? അതിൻ്റെ മുമ്പിലേ വളർന്നത് നോക്കി വളരണം.
അതിൻ്റെ മുമ്പിലത്തേത് കൂമം കുത്തി പോയിട്ടുണ്ടെങ്കിൽ അത് കൂമം കുത്തും. ഇതിലിപ്പോൾ വേറെ ബി ഓപ്പൺ. ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു പ്രഭാഷണമൊന്നും പ്രതീക്ഷിക്കണ്ട. അതിൽ സ്ലോഗൻ എല്ലാം നിർത്തിയേ ഷെയർ ഇറ്റ്. സ്ലോഗൻ ഇല്ല, നിങ്ങൾ എന്താ പറയുക. ഇപ്പം ഞാൻ എന്താന്ന് പറഞ്ഞാൽ കാസർഗോഡ് ക്യാമ്പിൽ എൻ്റെ തൊട്ട മുമ്പിൽ എടുത്ത ആള് ഒരു ക്ലാസ് എടുത്തതെന്ന് വെച്ചാൽ എബ്രഹാം ലിങ്കൺ. അദ്ദേഹം ഈ തെരുവ് വെളിച്ചത്തിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാ പഠിക്കേണ്ട കുട്ടികളും. അപ്പം ഈ കുട്ടികളിൽ ഇങ്ങനെ ഇയാളെ തുറച്ച് നോക്കുന്നുണ്ട്. അപ്പം ഞാനിരുന്ന് അടുത്ത ക്ലാസ് എൻ്റെതാ. അപ്പം ഈ കുട്ടികൾ ഇതിന് ശേഷം ഒരു പയ്യൻ, അവൻ 9th സ്റ്റാൻഡേർഡ്, അവൻ എണീറ്റിട്ട് പറഞ്ഞു, സർ ഐ ഹാവ് ഗോട്ട് എ ഡൗട്ട്. ഞാൻ പറഞ്ഞു സംശയം. ഞാൻ സംശയം ഉണ്ടാവാറ്. സംശയം എന്താ, എങ്ങനെയാണ് സംശയം ഉണ്ടാകുക? സംശയം തേടിപ്പോവാറുണ്ട്. ചോദിക്കാനുള്ളതല്ല സംശയം, അന്വേഷിച്ച് പോകാനുള്ളതാണ്. ഇപ്പം സംശയം ചോദിക്കും. സംശയം എന്താ ചോദിക്കുക? ഈ വന്ന പ്രഭാഷകനെ മുട്ടുകുത്തിക്കണം. ഋഗ്വേദത്തിൽ 18ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകം എന്തെല്ലാം ചോദിച്ചിട്ട് ഒരാൾ. ഞാൻ പറഞ്ഞു അതിനാ ഞാൻ ഇവിടെ വന്നില്ല. അന്നേരം പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. എനിക്കറിയില്ലെന്നേ, പഠിച്ചു നോക്കാം നമുക്ക്, അങ്ങനെയല്ലേ എൻ്റെ കാര്യം. അപ്പോൾ ചോദ്യം 2 തരത്തിലുണ്ട്, മനസ്സിലായ? തോൽപ്പിക്കാൻ ചോദിക്കാം, അതിനല്ല ചോദ്യം. അറിയാനും അറിയിക്കാനും. ഇത് കഴിഞ്ഞാൽ കൃഷ്ണകുചേല സങ്കല്പത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ചില ഐഡിയകൾ എനിക്ക് പറഞ്ഞു തരണം. എന്നാലേ എനിക്ക് അടുത്ത സ്ഥലത്ത് പോയിട്ട് പറയാലോ. നിങ്ങളെ പേര് പറയില്ല ഞാൻ, പറഞ്ഞുകൂടാ. അന്നേരം നിങ്ങൾ വലുതായി പോലെ. അങ്ങനെയും ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് പേരില്ലാത്തത്. നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലെ ഒരു ഗ്രന്ഥങ്ങളിലും താഴെ പേര് കാണില്ല. ആരാ എഴുതിയേ? അമ്മ പരതിക്കോ. ഒരു താഴെയും പേര് കാണില്ല. ഇപ്പൊ കവിത എഴുതി തുടങ്ങുമ്പം തന്നെ താഴെ പേരെഴുതുന്നു. എഴുതിയത് ആരാന്ന് കൊണ്ടറിയില്ല. എന്നിട്ടും മലയാളിയും ഇന്ത്യക്കാരും ഭാരതീയനും എന്താ ചെയ്യലെന്നറിയോ? ഈൻ്റെ വയ്യവോ ശങ്കരാചാര്യർ 5 ആളുണ്ടായിന്, 5 ആൾ എഴുതി തീർത്തതാന്ന് പൂന്താനം 10 ആളുടെ 50 ആളുണ്ടായിക്കോട്ടെ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒറ്റ സാധനം, മാളിക മൂകൾ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. ഇതിലപ്പുറം ആരെഴുതിയാലെന്താ? പൊങ്ങിപ്പോന്നു, അടിച്ചു പോന്നു, സൂക്ഷിക്കുക എന്ന് പറയുന്ന ചെറിയ സാധനമാണ് വേദങ്ങൾ. ഗുരുദേവൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, അതാ ഇടിയും പറയാനുള്ളത്. ഗുരുദേവൻ ഒരു സ്ഥലത്ത് പറഞ്ഞെന്നറിയാ, ഈ പ്രകൃതി ചുഴറ്റി എറിഞ്ഞു കളയും. ആരാ? മാമുനിമാരെ വരെ, അവധൂതന്മാരെ വരെ എറിഞ്ഞു കളയും പ്രകൃതി. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്നാ ചോദ്യം. ആരും ഈ ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ബട്ട് അതാ ചോദ്യം. ബട്ട് അതിനെ സ്വീകരിച്ചതിലൊന്നായാലോ ഹാപ്പിയായി. അപ്പം ഈ പയ്യൻ്റെ ക്ലാസ് കഴിഞ്ഞ് എന്നോടൊരു ചോദ്യം പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ മോനെ അതെന്താ അത് സംശയം? അല്ല, ആ സാറ് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ഈ സ്ട്രീറ്റ് ലൈറ്റിൽ ആണ് പഠിച്ചത്. ഈ 3:30 സ്കൂൾ വിട്ടിട്ട് ഇയാൾക്ക് എന്താ പണി രാത്രി വരെ? 3:30 സ്കൂൾ വിടൂലേ, എന്നിട്ട് പിന്നെ രാത്രി വരെ ഇതും കളിച്ചിട്ട് രാത്രി പോയിട്ട് ആടെ ലൈറ്റിൽ ഇരിക്കണമെന്ന്. ഇറ്റ് വാസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, വലുതായി കഴിഞ്ഞാൽ അതാണ്, വലുതായി കഴിഞ്ഞാൽ അയാളെ കൂടെ ഉണ്ടാവുന്ന കഥകൾ പലതായിരിക്കും. റാങ്ക് കിട്ടിയ കുട്ടി എന്നാ പറയുന്നറിയോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഉറങ്ങുമ്പം കിട്ടിപ്പോയതാ. റിസൾട്ട് മനസ്സിലായ? ഈ റിസൾട്ട് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സത്യം പറയണം. അവിടെയാണ് കൃഷ്ണ ദ ഗ്രേറ്റ്. വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ സാധനം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകേണ്ടതെന്നറിയോ? നമ്മളെല്ലാം ഇത് മനസ്സിൽ ആക്കിയാൽ മതി. ഒറ്റ വാക്കാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പം കൃഷ്ണ കുചേല സങ്കല്പം മനസ്സിൽ ആക്കിയിട്ട് പോകണം. പണ്ടേ ക്ലാസ് ടീച്ചർ ചോദിക്കലുണ്ട്, മനസ്സിലായോ? ഒറ്റ വാക്കാണ്. മനസ്സിൽ ആയോ എന്നാ ചോദിക്കുന്നത്. അത് മനസ്സിൽ ഒരു ചെറിയ അംശമാക്കിയിട്ട് പോകണം. അല്ലെങ്കിൽ നമ്മൾ 10,000 ഇതേപോലുള്ള ക്ലാസ് കഴിഞ്ഞിട്ടും വാട്ട് ഈസ് ദ റിസൾട്ട്? താളാഞ്ചപ്പമ്മിൽ വെള്ളൂറ്റിയ പോലെയാവും. തീർന്നു.
അതാണ് ശബരിമലക്കേക്ക് വ്രതം എടുക്കും, എന്നിട്ട് 41-ാമത്തെ ദിവസം വ്രതം മുറിക്കും. മുറിച്ചാ പിന്നെ മുറിക്കുന്ന ദിവസം ഇപ്പം എൻ്റെ നാട്ടിൽ മാലയിടുന്നതിൻ്റെ തലേന്ന് പാർട്ടി. ഞാൻ ഇതെന്താ എന്നെയും വിളിച്ചു. ഞാൻ പറയില്ല മോനെ, എനിക്ക് കഴിയില്ല. മലക്ക് പോയി വന്നു, ഇന്നലെ പാർട്ടി. അപ്പൊ എന്തിനാ നീ പോയിനി? പോയെന്ന് ചോദ്യം. അതിന് ഒരു ഭയങ്കര ചിലപ്പോ ദേഷ്യം വരും ആളുകൾ കേട്ടോ. എന്നാ വ്രതം മുറിക്കണ്ടേ, എന്നാ എടുക്കണം. ആ എടുത്ത വ്രതത്തിന്ന് അല്പം ഫോളോ ചെയ്താൽ മതി, ബാക്കിയെല്ലാം പോട്ടപ്പ. കുറെയെല്ലാം മുറിച്ചോ, എല്ലാം മുറിച്ച് തരിക്കല്ല. അതിന്റെ വ്യത്യാസം മനസ്സിലായ? വ്രതം, വ്രതം എന്ന വാക്ക് ഈ കൃഷ്ണകുചേല സങ്കല്പത്തിലുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ആരാധ്യരായ സമാരാധ്യരായ ഗുരുജനങ്ങളെ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, സഹോദരിമാരെ, ഭാവി ഭാരതത്തിൻ്റെ ഭാഗധേയം നിർണയിക്കാൻ കെൽപ്പുള്ള ഈ കോലത്ത് രാജാവിൻ്റെ പാദസ്പർശങ്ങളേറ്റ് പുളകിതമായി അതിൻ്റെ ഊർജം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു പ്രദേശത്ത് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് നന്മ വരണേ എന്ന് പ്രാർത്ഥിച്ച് ഈ ചാമുണ്ടാദേവിയെ സാക്ഷിയാക്കി ശബരിമലയിലെ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമിയുടെ ഈ മണ്ഡലകാലത്തിൽ സത്സംഗ വേദിയിൽ ഇവിടെ എത്തിയിരിക്കുന്ന അനുഗ്രഹീതരായ ഭക്തജനങ്ങളെ, ഈ സത്സംഗത്തിൻ്റെ കമ്മിറ്റിയുടെ കർമ്മോത്സുകരായ സാരഥികളെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചുമക്കളെ, വിദ്യാർത്ഥിനികളെ, യുവാക്കളെ, ദമ്പതികളെ, ക്ഷേത്രത്തിൻ്റെ തന്ത്രിവര്യരെ, അർച്ചകരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. നമുക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത കാലത്തിനപ്പുറത്തു നിന്നാണ് ഈ ധർമ്മത്തിൻ്റെ ആചരണം തുടങ്ങിയത്. അത് വാൽമീകിയിലൂടെയും കശ്യപനിലൂടെയും ഒക്കെ ഒഴുകി പുരാണ കാലഘട്ടം എത്തുമ്പോഴേക്ക് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീരാമചന്ദ്ര ഭഗവാനും കുചേലനും കുബേരനും നകുലരും സഹദേവരും ഭീമരും ഭീഷ്മരും ധർമ്മപുത്രരുമൊക്കെ ആ ധർമ്മം ആചരിച്ച് വിജയിപ്പിച്ച കൈത്തിരി പിന്നീട് ചരിത്ര കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്ക് ഏറ്റുവാങ്ങിയത് അയ്യാസ്വാമികളും വൈകുണ്ഠാസ്വാമികളും ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവരും ചെറുശ്ശേരിയും പൂന്താനവും ഒക്കെ. അവരാ ധർമ്മത്തെ ആചരിച്ച് വില്വമംഗലത്ത് സ്വാമിയാരൊക്കെ ഈ ധർമ്മം അത് അനുഭവിച്ചറിഞ്ഞ് ഭ്രാന്തമായ അവധൂതാവസ്ഥയിൽ നാറാണത്ത് ഭ്രാന്തനെ പോലെയുള്ളവരൊക്കെ ഈ ധർമ്മം പ്രചരിപ്പിച്ച് അത് ആ കൈത്തിരി നമുക്ക് തന്നത് നാം ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയിൽ സാംസ്കാരിക സമ്പന്നതക്ക് പേരുകേട്ട ഈ ചിറക്കൽ എന്ന് പറയുന്ന കൊച്ചു പ്രദേശത്ത് നമ്മൾ ഒരു പറ്റം ഭക്തജനങ്ങൾ, ചിന്തകന്മാർ, എഴുത്തുകാർ, വായനക്കാർ ഒക്കെ ഒത്തുകൂടിയിട്ട് ഈ സത്സംഗം സമ്പുഷ്ടമാക്കുന്ന വിഷയം ശ്രീകൃഷ്ണ കുചേല സങ്കല്പം. അപ്പോൾ ആദ്യത്തെ വാക്ക് സങ്കല്പം. സങ്കല്പം എന്നൊരു വാക്ക് നമ്മളിൽ ഉണ്ടാവണം. അത് ദൈനംദിന ജീവിതത്തിലുണ്ടാവും. ഒരു രാവിലെ ഉണർന്നാൽ രാത്രി ഉറങ്ങുന്നത് വരേക്ക് നമുക്കൊരു സങ്കല്പം ഉണ്ടാവും. ലിവ് ഇൻ ദ മൊമെന്റ്, അതാണ് പുതിയ തിയറി. ആ നിമിഷത്തിൽ നമുക്കൊരു സങ്കല്പം ഉണ്ടാവണം. ഒരു ജീവിതം എന്ന് പറയുന്ന സാധനത്തിൽ ഉണ്ടാവണം. ഒരു നാട്ടിൽ ഒരു ചായക്കടക്കാരൻ, സാധാരണ ഉന്തുവണ്ടി ചായക്കട, പക്ഷെ അയാളൊരു പീടിയൻ്റെ സൈഡിൽ നിർത്തിയിട്ടിട്ട് അവിടെ ചായ രാവിലെ 6 മണിക്ക് ചായ കൂട്ടാൻ തുടങ്ങും. കാരണം മോർണിംഗ് വാക്കിൻ്റെ ആൾക്കാരുണ്ടാവും രാവിലെ കുടിക്കാൻ. അപ്പോൾ ഒരു ദിവസം ഇയാളിങ്ങനെ ചായ കൂട്ടിക്കൊണ്ട് നോക്കുമ്പോൾ ഒരു 5 ഡോക്ടർമാരും അവർ നടന്നു വരും. അവർ ഭയങ്കര സ്പീഡിൽ നടന്നു നാടിയിരിക്കും അവർ. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തിരിക്കും, ഒരു കാഷ്വലായിട്ട് ഇരുന്നിട്ട് എല്ലാവരും വളരെ രുചിച്ച് ചായ കുടിക്കും. അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ അവർ ഓരോരാൾക്ക് ഓരോ ചായ കൊടുത്ത് അവർ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരാൾ മുടന്തിയിട്ട് വരുന്നു. മുടന്നാന്ന് പറഞ്ഞ ഒരു ചില്ലറ മുടന്നൊന്നുമല്ല, അയാൾ വല്ലാണ്ട് മുടന്നിട്ടാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, അയാൾക്ക് എന്തോ ഒരു ഓർത്തോ എല്ലിൻ്റെ തകരാറുണ്ടായേക്കാം, ഞാൻ നോക്കിക്കോളാം. 5 ഡിവിഷനാണ് ഡോക്ടർ.
ഇപ്പം നമുക്കറിയാമല്ലോ, ഒരു ആശുപത്രി പോയാൽ ആദ്യം നെഞ്ചിൽ നോക്കും, നെഞ്ഞ് നോക്കുമ്പോൾ പറയും അത് എല്ലാം പൊട്ടി, അതിനടുത്തേക്ക് എടുത്ത് വയറിൻ്റെ ഡോക്ടർ അയാൾ വന്നെല്ലാം മുട്ടിയെല്ലാം എടുത്ത് നോക്കുമ്പോൾ പറഞ്ഞു ഇവിടെ രണ്ടും തകരാറാണ്, കഴുത്തിനത് പാടത്തേക്ക് കൊണ്ട് ഇതെല്ലാം ഇങ്ങനെ വരക്ക കൊണ്ടുപോകുമ്പോഴേക്ക് ഒരു ബില്ല് അടച്ചോ, അപ്പോഴേക്ക് 30,000 തീർന്ന്. ഈ മുട്ടല്ലാന്ന് ഓൻ ചത്തുപോയി. പിന്നെ ലാസ്റ്റിൽ അവൻ്റെ ബില്ല് നോക്കുമ്പോൾ 1,25,000 ആകുമ്പോഴേക്ക് അവൻ്റെ മോനും കുഴഞ്ഞു പോയി. അപ്പോൾ ഇത് സംഭവിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചിറ്റലാണ്, ഈ സാധനം ഇങ്ങനെ തിരിയുന്നില്ല, നട്ടം തിരിയുന്നു. പണ്ടൊരു വൈദ്യരിങ്ങനെ നോക്കിയാൽ തിരിയും. നീ എവിടെയാ വീട്? ആ കുഞ്ഞപ്പ നേരെ മോന. ആ അപ്പം ആ വയലിൻ്റെ ഇറക്ക. അപ്പം ശ്വാസം മുട്ടൽ ഉറപ്പായി എനിക്ക്. പ്രകൃതിയുടെ ഈ പാച്ചലില്ലേ, ആ പാച്ചൽ അവർക്കറിയും. അവിടുന്ന് വൈദ്യത്തിൽ നിന്ന് മെഡിസിനിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും. അതതിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൽ തന്നെ കുചേലനും കുബേരനും ഉണ്ട്, അല്ല ശ്രീകൃഷ്ണനും ഉണ്ട്. അവിടെ അതിൻ്റെ പ്രത്യേകത. കുചേല എന്ന് പറയുന്നത് റിലേറ്റ്സ് ടു ദ മൈൻഡ്, മനസ്സാണ് കുചേലൻ. പറയാ എങ്ങനെയാണ് വക്കീലത് പറയാൻ പോകുന്നത്. കൃഷ്ണ എന്ന് പറയുന്നത് ബുദ്ധിയാണ്. രണ്ടെണ്ണം എടുത്തോ, നമ്മളിൽ ഉള്ളിലുള്ള രണ്ടെണ്ണം, ഒന്ന് മൈൻഡും മറ്റേത് ഇൻ്റലക്ട്, ബുദ്ധിയാണ്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടിപ്പിടിച്ചൊരു സാധനമുണ്ട്, ശരീരം, ബോഡി. ശരീരമുണ്ട്, ശരീരം ശ്രദ്ധിക്കണേ. ശരീരം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യമില്ല. ശരീരം ആദ്യം ഖലു ധർമ്മ സാധനം. നീ ധർമ്മം ആചരിക്കാൻ തുടങ്ങിയിട്ട് ശരീരം ശ്രദ്ധിച്ചോളണം. ശരീരം ശ്രദ്ധിക്കുക തന്നെ വേണം. ശരീരം ഇല്ല എന്നൊന്നും പറയാം, ഉണ്ട്, ശരീരമുണ്ട്. പക്ഷേ ആ ശരീരത്തിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരാവുന്ന രണ്ട് സാധനങ്ങളുണ്ട്, ഒന്ന് മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്. എങ്ങനെ ഇതിനെ കൊണ്ടുവരാമെന്ന് ഈ രണ്ടിനും സാധിക്കും. മനസ്സുകൊണ്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. ബുദ്ധി കൊണ്ടാണ് സമീപിക്കുന്നുണ്ടെങ്കിൽ സക്സസ്, വിജയിക്കും. ഏത് കാര്യവും അതെ. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞത് അവൻ ഓർത്തോന്റെ തകരാറാ, മറ്റേ ഡോക്ടർ പറഞ്ഞല്ല അവന് നടുവിനെന്തോ ഉളുക്ക, ഞാൻ നോക്കിക്കോളാന്ന്. മറ്റേ ഡോക്ടർ പറഞ്ഞല്ല അവന് ബാലൻസിന് എന്തോ തകരാറുണ്ട്, അത് ഞാൻ. അപ്പൊ ഈ ചായ കൂട്ടുന്ന കുമാരേട്ടൻ പറഞ്ഞു മിണ്ടാണ്ടിക്ക് ഡോക്ടർ പറഞ്ഞു അയാൾ ഇവിടെ എത്തട്ടല്ലേ, നിങ്ങൾ പിടിച്ചു പറിക്കല്ലേ, ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് തരുമായിരിക്കും ഒരാൾക്ക്. അയാളിങ്ങനെ മുടന്നി വന്നിട്ട് അപ്പോൾ റോഡിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കുമാരേട്ടാ എന്ന് വിളിച്ചു. ആ എന്നാ ഇവിടെ ഏതാ ചെരുപ്പ് തുന്നുന്ന നേരം കൊണ്ടാ, എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി ഓട്ടിപ്പോയതാ. അപ്പൊ ഇയാള് ചെരുപ്പിന്റെ വള്ളി ഓട്ടിപ്പോയതാ. പക്ഷെ നമ്മൾ കാണുന്നത് വേറെയാ. കറക്റ്റ് മനസ്സിലായോ? കാണുന്നതൊന്നും കളിയല്ല മന്നവാദ. നീ കാണുന്നതൊന്നും ഈ ഒരു കാര്യമല്ല, ഇതെല്ലാം അതിൻ്റെ അപ്പുറ. ആ അപ്പുറത്തേക്കാണ് എട്ടൊക്കെ മനസ്സ് പോകേണ്ടത്. എല്ലാ സമയം പോയാൽ പിന്നെ വീട്ടിൽ പോയിട്ട് അതിൻ്റെ അപ്പുറം ചിന്തിക്കുമ്പോൾ പഞ്ചസാരയില്ല ഒളിയെന്ന് പറയും. പഞ്ചസാര നേരെ ഓടി പഞ്ചസാര വാങ്ങിച്ചോണ്ടെന്നുണ്ടോ? ഇത് ഞാൻ പറയുന്നത് സ്പിരിച്വലിസം എന്ന് പറയുന്ന സാധനത്തിന് ഹിന്ദു ധർമ്മത്തിൽ കൺഫ്യൂഷൻ വരുത്തിയിരിക്കുന്നു. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് പാട്ട് പാടുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ, മലയാളികളാണ്. എന്നാ കൺഫ്യൂഷൻ വന്നിന്? ഒരു കൺഫ്യൂഷൻ വേണ്ട. സ്പിരിച്വലിസം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന പ്രവൃത്തിയിൽ സക്സസ് ഉണ്ടാവണം. അതാ സ്പിരിച്വലിസം. ഒരു കാലത്ത് ഭാരതത്തിൽ സ്പിരിച്വലിസത്തിന്റെ ആധ്യാത്മികതയുടെ ഒരു പാമ്പൻ പടയോട്ടം നടന്നപ്പോഴാ എല്ലാവരും പത്മാസനത്തിൽ ഇരുന്നത്. ധ്യാനം. അങ്ങ് പുറത്തുനിന്ന് വന്ന് മേഞ്ഞു കളിഞ്ഞില്ലേ ആൾക്കാർ. കഴുത്ത് വെട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞു എൻ്റെ കഴുത്ത് പോയാലും സാരില്ല, ഞാൻ പത്മാസനത്തിന് കാലയിക്കൂല. കറക്റ്റ് മനസ്സിലായോ? ഇടക്കാലത്ത് ഭാരതാംബക്ക് അങ്ങനെ പറ്റി. മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക മഹാദേവി നിൻകാലിലെ പൊൻചിലങ്ക. ഒരു കവി എഴുതിയത്. അമ്മേ നിന്റെ ചെലങ്ക പൊട്ടി തെറിച്ചു പോയല്ലോ എന്നാ ഒരാൾ ചോദിച്ചത്. അത് വിടരുത്, ശ്രദ്ധിക്കണം. ഇതെന്തമ്പ പഞ്ചാബവും വങ്കവും ഇതിങ്ങനെ തകർന്ന് വീണു പോകുമ്പോ ആധ്യാത്മികതയുടെ രംഗത്ത് നാം ധ്യാനനിരതരായിപ്പോയി. നല്ലതാണ്. ബട്ട് പിന്നീടാണ് ഒരു വിവേകാനന്ദ സ്വാമികൾ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു, ബി ബ്രേവ്, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധിത.
ബംഗാളിൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ ആധ്യാത്മികത? ഫുട്ബോൾ കളിക്ക് പോയിട്ട് എന്ന് പറഞ്ഞു. നീ പോയി നീന്ത് എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, സ്വാമി നീന്താൻ പറഞ്ഞു. സ്വാമി പറഞ്ഞു, എന്തറിയോ, നീ ഇതെല്ലാം പഠിച്ചിട്ടും നിനക്ക് നീന്താൻ അറിയില്ലേ, പോയില്ലേ. അതാണ് 5-8 പഠിച്ച ആൾക്കാർ ഒരു പുഴ കടക്കാൻ വേണ്ടിയിട്ട് വന്നു, ഒരു തോണിക്കാരൻ്റെ അടുത്ത. അപ്പൊ തോണിക്കാരൻ ഈ 5 ആളെയും കയറ്റിയിട്ട് ഇങ്ങനെ തൊയ്യും. അപ്പൊ ഒരുത്തൻ ചോദിച്ച്, തോണിക്കാരനെ പുറത്ത് കെട്ടിയിട്ട് ചോദിച്ചു, എനിക്ക് ബയോളജി അറിയോ? പറഞ്ഞു, ഇല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ MSc ബയോളജിയാണ്, ഒരു ഇന്റർവ്യൂവിന് പോന്നെയാ. അടുത്തവൻ ചോദിച്ചു, ഹലോ, എനിക്ക് ഫിസിയോളജി അറിയാം. ഇല്ലപ്പാ. ഇവൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഓരത്തെ മെട്രോളജി. നടുക്കെത്തിയപ്പോൾ ഇയാൾ ചെറുങ്ങനെ അങ്ങ് ചെരിച്ച് തോന്നി. എന്നിട്ട് നീൻ്റെ അകത്ത് നീന്തോളജി അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. സർട്ടിഫിക്കറ്റ് ഉണ്ട്, PhD എല്ലാം ഉണ്ട്, നീന്തോളജി. അപ്പൊ അയാൾ പറഞ്ഞു, മിണ്ടാടിക്കണോ, നടുപ്പുഴയെന്ന് നീന്തോളജിയാ പ്രധാനം, ബി പ്രാക്ടിക്കൽ. ബാക്കിയൊക്കെ സർട്ടിഫിക്കറ്റുകളാ. കാസർഗോഡ് ഒരു പരിപാടിയിൽ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ മറ്റൊരു ക്ലാസ് എടുക്കുന്നയാൾ വമ്പം പ്രഭാഷണം, 1000-ലധികം ആളുകൾ, ഹോൾ പ്രോഗ്രാമാണ്. ഇയാൾ അതിലോട്ടൊക്കെ പലതും പറയുന്നുണ്ട്. ഡു യു നോ ദീസ് ഇംഗ്ലീഷ് പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു, അപ്പനെ ബൈറ്റാലും കോൾക്കോ അഭിയാങ്കൻ മേ കോയി നീയായ സിനിമയിലെ ഡയലോഗ് അടിച്ചു വിടുന്നു. ആ ഹിന്ദി അറിയണം മനുഷ്യരാ, ഇല്ലി നോടു കന്നഡിയെ. ഞാൻ വെച്ച്, ഇതെന്താ ഇയാൾ എന്തൊരു ഇത്. കഴിഞ്ഞേരം എന്നോട് ചോദിച്ചു, ഞാൻ പല ഭാഷയും പറയുന്ന ശ്രദ്ധിച്ചു ഞങ്ങൾ. ഞാൻ ശ്രദ്ധിച്ചു, ജനം തയ്ച്ചു പോയി, ഇവനെല്ലാ ഭാഷ അറിയാം. മനസ്സിലായ? ഞാൻ പറഞ്ഞ നല്ലതാണ്, എനിക്കിപ്പം മലയാളി അറിയില്ല, എന്നാ ചെയ്യാം. നിങ്ങൾ അത്ഭുതപ്പെടണ്ട. 2 മാസം മുമ്പേ കാസർഗോഡ് നടന്ന ക്യാമ്പിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ വിളിച്ചു. മകനെടുത്തു. എന്നിട്ട് പറഞ്ഞ്, അച്ഛനിപ്പോൾ ഒരു പരിപാടിക്കും പോയില്ല. എന്താ കാരണം? അൽഷിബേഴ്സ്, ഒന്നും ഓർമ്മയില്ല. ഞാൻ പോയി കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ പരിപാടി വീട്ടിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ അല്ലേ ഇപ്പോൾ? ഞാൻ പറഞ്ഞു, അതെ അല്ലാന്ന് പറയല്ലേ. വീട്ടിൽ പ്രായമുള്ളവർക്ക് ഓർമ്മക്കുറവ് വന്നിട്ട് നിങ്ങളെ ചിലപ്പോൾ ഇന്ദിരാഗാന്ധിയായിട്ട് കാണും, നിങ്ങൾ തർക്കിക്കാൻ പോകും, അന്നേരം അവർ രോഗം കൂടും. അതേന്ന് പറഞ്ഞാൽ മതി. 10 ഭാഷ പറഞ്ഞാക്കിപ്പോൾ ഒരു ഭാഷയുമില്ല. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഈ ബ്രെയിൻ കൊണ്ട് കളിക്കരുത്, ജീവിതം കൊണ്ട് പന്താടരുത്, ബി സിമ്പിൾ. ഏതുപോലെ കൃഷ്ണ ആൻഡ് കുചേല, ഈ 2 നോക്കണ്ടു. ഇതൊരു വമ്പൻ കൺസെപ്റ്റായി. നമ്മൾ കാണുന്നിടയ്ക്കല്ല ഇതിൻ്റെ കൺസെപ്റ്റ്. 2 തരത്തിലാണ് വരിക. നിങ്ങൾ 2 തരത്തിൽ ചിന്തിച്ചാൽ മതി. കുചേല എന്ന് പറയുന്ന മൈൻഡാണ്, കൃഷ്ണ എന്ന് പറയുന്നത് ബ്രെയിൻ, ബുദ്ധിയാണ്. നമ്മൾ ജനിച്ചു വീണാൽ നമ്മൾ മനസ്സുകൊണ്ടാണ് കളി. ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജനിച്ച വീടപാട് വിളിക്കുന്നത് എന്താണെന്നറിയോ? പോടാന്നാ. ജനിച്ച് വീണപാട് എന്താ വിളിക്കല്? മൈ ലോഡ്ന്ന്. ആരെ വിളിക്കും? അമ്മ. ജനിച്ച് വീഴുമ്പോ അമ്മ എന്നവർ. വായി പൊളന്നാൽ ആ, വായി അടിച്ച മാ. ഈ 2 കൂടിയതാണ് അമ്മ. ആ മ. ആ മുതൽ മ വരെയുള്ള അക്ഷരങ്ങൾ ചേരുന്നതാണ് അമ്മ. ഈ അമ്മ എന്നുള്ള സാധനം ശ്രദ്ധിക്കണം. പിന്നെ ഭയങ്കര മൈൻഡ് കൊണ്ടാ കളി. ബുദ്ധിയില്ല, അതിന് ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ട്, പാകപ്പെടില്ല, തീ പോയി പിടിക്കും. മൈൻഡാണ്, മൈൻഡ് കൊണ്ടാ കളി. വളർന്ന് വരുന്നവരെ എപ്പോൾ അതിന് ബുദ്ധി ഉറക്കുന്നോ അന്ന് തുടങ്ങും ജീവിതത്തിൻ്റെ മാറ്റം. ബുദ്ധി ഉറച്ചു തുടങ്ങിയാൽ പിന്നെ കളി തുടങ്ങി. സകല കുരിഷ്ടും സങ്കടവും ദുഷ്ടതയും അസൂയും ഇതിങ്ങനെ അങ്ങ് വന്നു തുടങ്ങും. ബുദ്ധി ഉറക്കുമ്പോൾ സാധനം വരിക. അത്ര വരെ മൈൻഡാണ്. നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം. നിങ്ങൾ കുട്ടികൾ, ചെറിയ കുട്ടികൾ മൈൻഡ് കൊണ്ടാ കളി. അതുകൊണ്ടാണ് വളരെ സൂക്ഷിച്ചോ. ഫീഡിങ്, പാല് കൊടുക്കാത്ത, കുപ്പിപ്പാൽ കൊടുത്ത് കുട്ടികളെ വളർത്തുമ്പോൾ ഉണ്ടാവുന്ന മനോവൈകല്യമാണ് വലുതാവുമ്പോൾ അവരിൽ പ്രകടമാവുക. എന്നെ ഇടുന്ന് തടഞ്ഞേക്കറേ.
നിങ്ങളാരാ വലിയ ആൾ, നമ്മൾ ഫെമിനിസ്റ്റുകളാണ്, നിങ്ങൾ വിടൂല, നിങ്ങൾ ആരാടാന്നെല്ലാം ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എവിടെയാ വരുന്നതെന്നറിയോ? റിലേഷൻ വിത്ത് ദ മിൽക്ക് എന്ന് പറയുന്നത് മൈൻഡ് നമ്മയങ്ങ് എടുത്ത് പിടിച്ചിട്ട് വലിച്ചിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്. വളരെ ശ്രദ്ധിച്ചോ. അതുകൊണ്ടാ മൈൻഡ് കൊണ്ടാ ഇതിനെ നേരിടുക. ശ്രദ്ധിക്കണേ. കൃഷ്ണ ദ ഗ്രേറ്റ്, അദ്ദേഹം ജനിച്ചു, പോരാ, അപ്പ തട്ടിക്കളി എന്ന് പറഞ്ഞു, കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി. അച്ഛനും അമ്മയും എല്ലാം എടുക്കേണ്ടി വന്ന് വേറൊരു സ്ഥലത്താണ് വളർന്നത്. ആ സ്ഥലത്ത് വളർന്ന് വലുതായി തിരികെ ഇങ്ങോട്ട് തന്നെ വന്നു. തിരികെ ഇങ്ങോട്ട് വരുമ്പം മനസ്സുകൊണ്ട് കളിച്ച ഒരമ്മയുണ്ട് അവിടെ, മനസ്സുകൊണ്ട്. അപ്പൊ ഇവിടെ നിൽക്കും, സ്വന്തം നാട്ടിലേക്ക് വന്നിട്ട് ആടി ഇങ്ങനെ ഗേറ്റിന് പോയി നിൽക്കും. പോറ്റമ്മേൻ്റെ അടുത്തേക്ക് പോകുന്ന ആളെ നോക്കിയിട്ട് കൃഷ്ണൻ ഇങ്ങനെ നോക്കല, ആരാ അങ്ങോട്ട് പോന്നു. അപ്പൊ കിട്ടി ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്. എവിടെയാ പോകുന്നത്? അങ്ങേക്കാ. എന്നമ്മ തന്നോടു ചൊല്ലേണം പിന്നെ നീ എന്നെ മറക്കൊല്ല എന്നിങ്ങനെ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ചെറുശ്ശേരി ഇവിടെ വെച്ചിട്ട് എഴുതി. എൻ്റെ അമ്മേനെ കാണുമ്പം പറയണേ. ഏതാ അമ്മ? പോറ്റമ്മ. മൈൻഡ് കൊണ്ടായിരുന്നു ആ അമ്മയോടുള്ള ബന്ധം. ശ്രദ്ധിക്കണേ, ആ അമ്മ പണ്ട് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ അടിയെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കണം കുട്ടികളാ. ആ അമ്മയെ അടിച്ചിട്ടുണ്ട് കുരുത്തക്കേട് കളിച്ചപ്പോൾ. പിള്ളേരെ നുള്ളി ഞാൻ എന്നങ്ങ് ചൊല്ലിയിട്ട് പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. ആ അമ്മ എന്നെ അടിച്ചിന് പണ്ട്, ഓർക്കുകയാ. എനോണ്ട് അടിച്ചിനി? കമ്പി പരിയുണ്ടാ, പീലിയുണ്ട്. എന്തിനാ അമ്മ പീലി കൊണ്ട് മക്കളെ തല്ലുന്നറിയോ? ഓർക്കുക. എന്തിന്? തെറ്റ് ചെയ്തു എന്ന് കാണിക്കാനാ. ഇനിയിപ്പം തൂക്കിപ്പോ മിഞ്ഞാന്നാറ്റാന്ന് ഭാര്യ കൊണ്ട് അടിച്ചു കൂട്ട പയ്യന്നൂര് ഒരു അച്ഛൻ മോന. അപ്പോൾ എന്താ ഭാര്യ കൊണ്ട് അടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചെക്കൻ ചോദിച്ചിട്ടാണ്. കണക്കിന് 42 മാർക്ക്. നീ എന്താണ് 42? അപ്പോൾ ചിങ്ങക്ക് എത്ര കിട്ടിയില്ല? അയാൾക്ക് 8 കിട്ടിയിട്ടില്ല. അത് വേറെ കാര്യമാണ്. അതിലാന്ന് അയാൾ അടിച്ചു വിട്ടേക്കല. ഭാര്യ കൊണ്ട് അടിക്കാറല്ലോ, പീലി കൊണ്ട് അടിക്കാന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഓർക്കാനോ. അത് കറക്റ്റ്, വ്യക്തമായില്ലേ? നമുക്ക് ആ ട്രാക്കിലേക്ക് അങ്ങ് പോയാട്ടെ, അപ്പം മനസ്സിലാവുമല്ലോ. മൈൻഡ് കൊണ്ട് നമ്മൾ ചെറിയ നാളുകളിൽ ഈ ജീവിതത്തെ കാണും. അപ്പോൾ തീയില്ല, മഴയില്ല, വെയിലില്ല, ഇറങ്ങി ഓടും, എവിടേക്കാ കയറുന്നതെന്നറിയില്ല, മറഞ്ഞു വീഴും. ജീവിതത്തിൻ്റെ ആദ്യത്തെ തുടക്കം മനസ്സുകൊണ്ടാണ് നമ്മളതിനെ നേരിടുന്നത്. അത് പോരാ എന്ന് പ്രകൃതി പറയുമ്പം ബുദ്ധിക്ക് വികാസം തരും. ശ്രദ്ധിക്കണം, ബുദ്ധിക്ക് വികാസം തരുമ്പോൾ ചവിട്ടി കയറിക്കൊള്ളണം. അപ്പോഴും മൈൻഡ് കൊണ്ട് തന്നെയാ പോകുന്നതെങ്കിൽ ജീവിതം അങ്ങനെ പോകും. മൈൻഡ് കൊണ്ടേ പോവും. ആഗ്രഹം തീരൂല. അന്നേരം 96 വയസ്സ് ആയ എഴുത്തുകാരനും പറയും, ഗൗരി എൻ്റെ കാമുകയായിരുന്നു പണ്ട് എന്ന്. ഇതിന് ചവിട്ടി കയറാൻ കഴിയാത്തത് നിൽക്കുമ്പോഴാ പ്രശ്നം വരുന്നത്. കറക്റ്റ്. നമുക്ക് ആശ്രമധർമ്മം എന്ന് പറയുന്നത് അതാണ്. ബ്രാഹ്മചര്യമുണ്ട്, പേടിക്കല്ലേ. ഞാനിത് തുറന്നു പറയുന്നത് എന്താ പറയുക, ഭാരതീയ സ്പിരിച്വലിസത്തിന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ബ്രാഹ്മചര്യം എന്ന് ഉദ്ദേശിക്കുന്നത് വിവാഹം കഴിക്കാതെ അങ്ങനെ ഒറ്റപ്പെട്ടു നിന്ന് സകലയാക്കും, കുത്തിത്തിരിപ്പുണ്ടാക്കി ലാസ്റ്റിൽ കാവി മാറ്റിയിട്ട് ചൊറയാക്കി വർത്താനം പറഞ്ഞതിനെതിരെ പറയുന്നതല്ല സ്പിരിച്വലിസം. ബ്രാഹ്മചര്യം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമിക്കും ബ്രാഹ്മചര്യം ഉണ്ട്. എന്താ ബ്രാഹ്മചര്യം എന്നറിയോ? നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ നീ ശ്രദ്ധ കൊടുക്കാൻ നിനക്ക് പറ്റിയാൽ അത് ബ്രാഹ്മചര്യം. കിട്ടൂല ശ്രദ്ധ കിട്ടൂലല്ലോ. ശ്രദ്ധ കിട്ടൂല, മനസ്സ് പതറിപ്പോവും, പാളിപ്പോവും. ഇപ്പം മിഞ്ഞാന്നൊരാൾക്ക് 12 കോടി അടിച്ചു. അയാളെ തൊപ്പിയിട്ടിട്ട് ടി വിയിൽ മുഴുവൻ കാണിച്ചു. അയാൾ ഇന്ന് രാവിലെ വാട്സപ്പിൽ എഴുതി, എനിക്ക് അടിക്കണ്ടായിരുന്നു പൈസ. എത്രയാ ബന്ധുക്കൾ പോലും ഇപ്പോൾ പൈസ കിട്ടിയില്ല. പൈസ 8 മാസം കഴിഞ്ഞാലേ കിട്ടും. വീട്ടിൽ സൽക്കാരത്തിൻ്റെ പൂരം, പടം, എല്ലാവരും പറയുന്നുണ്ട്, എന്താ മോനെ നിന്നെ കാണാൻ രസം ടി വിയിൽ. ഇതുവരെ വിളിച്ചിട്ടില്ല. വീട്ടിൽ ക്യൂ, പിരിവുകാറ്, കടം മേടിക്കുന്നവർ. അപ്പം അയാൾ ഇന്ന് എഴുതി, ഒരാൾ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിച്ചോളൂ, എനിക്ക് വെറുതെ കിട്ടിയ പൈസയല്ലടോ, നിന്നെ വിടൂല, തട്ടിക്കൊണ്ടുപോകും. ആരാ? കുട്ടികളാ. സ്കൂളിൽ വിട്ടിട്ടില്ല.
ഇന്നലെ സ്കൂൾ വിട്ടിട്ടില്ല, കുട്ടികളെ പഠനം നിന്നു. ഭാര്യ കുറച്ച് കാണാൻ വൃത്തിയില്ലാത്ത പെണ്ണുങ്ങളായതുകൊണ്ട് രക്ഷപ്പെട്ടു. അവരെയും തട്ടിക്കൊണ്ട് ഇവൻ 12 കോടി കൊടുക്കേണ്ടി വരും. അവർ അമ്മ എന്നെ പോലെ ഒരു സാധു പെണ്ണുങ്ങൾ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഈ കുചേലത്വമാണ് അയാൾക്ക് പറ്റിയത്. കുചേലത്വ പറ്റിയത്. നിങ്ങളെ പൊക്കാൻ ആളിൻ്റെ ഇഷ്ടം പോലെ ഭയങ്കര ഭയങ്കര എന്ന് ഭയങ്കര. അപ്പോൾ ബുദ്ധി പ്രയോഗിച്ചോടണം, എന്തോ വരാൻ പോകുന്നുണ്ട്. ശ്രദ്ധിച്ചു, നിങ്ങൾ മക്കളൊക്കെ വന്നിട്ട് അമ്മയോട് പറയും, അമ്മ എന്നാ നല്ലോണം തടിച്ചില്ലല്ലോ, അപ്പോൾ സൂക്ഷിച്ചോ, എന്തോ ഗൂഗിൾ പേ ചെയ്യാൻ പറയാനാ. അതുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അടി കൂടിയിട്ട് ഭർത്താവ് ദേഷ്യം വന്നിട്ട് കടക്കരക്ക് പോയിരുന്നതാ. എന്നിട്ട് ഇങ്ങനെ തരാൻ നോക്കുമായിരുന്നു അയാൾ. അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചാൽ എന്നാ എൻ്റെ പ്രശ്നം അപ്പോൾ ഭാര്യ മിണ്ടാണ്ട് 2-3 ദിവസമായി, എനിക്ക് ഭയങ്കര സങ്കടമാണ്. നീ ഒരു കാര്യം ചെയ്യും, ഒന്നും പേടിക്കണ്ട. എടോ നീ എന്തിനു പേടിക്കുക, നീ ഓളെ ഫോണേ അവിടെ വിളിച്ചിട്ട് 2 സംസാരിക്കുക. എന്നിട്ട് എന്താ സംസാരിക്കേണ്ടതെന്നറിയോ, നിന്നെപ്പോലെ ഇത്രയും നല്ലൊരു ഭാര്യ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നീ പറയുമ്പോൾ അവർ തണുക്കും. അതെ, അങ്ങനെ ഉണ്ടാവില്ലേ, ഞാൻ പണ്ട് എങ്ങനെയാണ് ചെയ്തത്. ഓ അതെയാ. ഓളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ എന്നാ ചെയ്യുന്നത്? ഓ കേട്ടാ, എന്നാ നിങ്ങൾ വിളിക്കാൻ കാരണം? അല്ല നീ ചായ കുടിച്ചോ? ആ ചായ കുടിക്കൂ ഇന്ന്. നീ ഭയങ്കര ഭാര്യൻ കേട്ടോ. അതെയാ, ആ നിങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതെ ഇഷ്ടം. എന്നാൽ ഒരു 3000 റുപ്യ ഗൂഗിൾ പേ ചെയ്യും. ഇയാൾ ഈ ഫോൺ എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു പോലെ. മറ്റവനെ പിന്നെ കണ്ടിട്ടില്ല. ഓൻ ഇതേപോലെ പറ്റിയത് ഒരുത്തനായിരിക്കും. നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടടുത്ത് ബുദ്ധി പ്രയോഗിക്കണം. റൈറ്റ്? മനസ്സുകൊണ്ട് നേരിടേണ്ടെടുക്കുക, മനസ്സുകൊണ്ട്. ഇതാണ് കുചേലത്വത്തിൽ നിന്ന് ശ്രീകൃഷ്ണത്വത്തിലേക്ക് പോകണം. നമ്മൾ കറക്റ്റ് പിടിച്ചോളണേ. ചിലപ്പോൾ നമുക്ക് മൈൻഡ് പല തരത്തിൽ പോകും. ആരും ഇതിൻ്റെ ഉയരത്തിലൊന്നുമല്ല, പേടിച്ചിട്ട് വേണ്ട. ആരുമല്ല, എല്ലാവരിലും ഉണ്ട് ബ്രഹ്മചര്യത്വം. എന്താണെന്നറിയോ, ചെയ്യുന്നതിന് ശ്രദ്ധ കിട്ടിയാൽ അതാണ് ബ്രഹ്മചര്യം. നല്ല മഴ, ആ മഴയത്ത് വീട്ടിൻ്റെ ഉമ്മറത്തൊരു ചാരുകസേര, നല്ല ചൂട് ചായ, ഭാര്യയും ഭർത്താവ് അപ്പുറത്തിരുന്ന് കുടിക്കുന്നു, വളരെ മെല്ലെ കുടിക്കുന്നു, രുചിച്ച് കുടിക്കുന്നു. ആ കപ്പ് തീരുമ്പോഴേക്ക് ഭയങ്കര കൂൾ. ശ്രദ്ധിക്കണം. അല്ലാണ്ട് ഓഫീസിൽ പോകാനാകുമ്പോൾ ചായ കുടിച്ചേക്കരുത്. അണ്ണാക്കും പൊള്ളി ഇതായി ബെൽറ്റ് എറിഞ്ഞ് എന്നിട്ട് നിന്ന് അന്നേരം എന്താ സംഭവിക്കുക? കുചേലത്വം കൊണ്ട് കളിക്കരുത്. അന്നേരം ഒന്നും തിരിയില്ല. അന്നേരം ഓടുമ്പം ഗ്ലാസ് തട്ടി വീണ് അതിൻ്റെ 4 ചീത്ത അമ്മമ്മേൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇറങ്ങി ഓടി ഒന്നും തിരിയാണ്ടായി. കൃഷ്ണത്വം ഉപയോഗിച്ചിട്ടാണ് മൊമെന്റ് ജീവിക്കേണ്ടത്. ഇനി നമുക്ക് ആ 2 സങ്കല്പങ്ങൾ നോക്കിയേ. 2 സങ്കല്പങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഭാരതത്തിൽ ശ്രദ്ധിക്കണം, ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പേ ഒരു രാജപരമ്പരയിൽ വേമ്പയും പോവാ. അത് ഞാൻ പറയണ്ടല്ലോ, ഇതൊക്കെ വിശദീകരിച്ചറിയുന്ന കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നറിയോ? കഥകളൊക്കെ നമുക്കുണ്ട്. കഥകൾക്കുള്ളിലേക്ക് ഇറങ്ങിക്കൊള്ളണം. ഇറങ്ങിയാലേ ഇതിൻ്റെ ഉത്തരം കിട്ടും. തപ്പി നോക്കിയാലേ ഉത്തരം കിട്ടും. 24 മണിക്കൂറും സ്പിരിച്വലായാൽ ജീവിതം വാക്വമായി പോകും. ഞാൻ നിഷേധിച്ചു പറയുന്നതോ പിൻവലിക്കാനോ അല്ലേ. വീട് വൃത്തിയാക്കണം, അവിടെ സ്പിരിച്വലിസം ഉണ്ട്. ഇൻവോൾവ് ഇൻ ഇറ്റ്. നിങ്ങൾ അതിൽ പങ്കെടുക്കുക. ഗ്ലാസ് കഴുകണം, പാത്രം കഴുകണം, ശ്രദ്ധിക്കണം. ഇപ്പം എന്നോടൊരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും വീട്ടിൽ അതാതാൾ പാത്രം കഴുകാമെന്ന് തീരുമാനിച്ച തലേന്ന്. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങളിൽ 2 പ്ലേറ്റ് എന്നുവെച്ചാൽ ഭർത്താവ് സൂത്രത്തിലാടെ വെച്ചിട്ട് അങ്ങ് പോയതാ. അതാതാൾ കഴുകണം എന്ന് പറയുമ്പം അതാതാൾ കഴുകുമ്പോൾ ഉണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ അതൊരു ഫീൽ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചേ, പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ. ആ കുട്ടികൾക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ അറിയുമോയെന്നാ ചോദ്യം. സാമ്പാർ ഭക്ഷണം വെക്കാൻ അറിയുമെന്ന ചോദ്യം. ഒരു ചായ അസലായി വെക്കാൻ അറിയുമെന്ന ചോദ്യം. കുടുംബക്കോടതികൾ തല്ലിപ്പിരിഞ്ഞ് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന 80% പറയുന്നു ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അന്നേരം ഓള് പറയുന്ന സ്വിഗ്ഗിന്ന് മേടിക്കയില്ലേ നിൻ്റെ, പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ തന്ന പൈസ കൊണ്ടല്ലേ നീ തിന്നു. അതെ, ഇത് 8 മണിയാകുമ്പോൾ സ്വിഗ്ഗി കഴിക്കും. സ്വിഗ്ഗി കൊണ്ടൊരു പൊറോട്ട, ചിക്കൻ ഇരുത്തി പൊരിച്ചതും അർത്തി. അപ്പോൾ ഇവൻ പറയുന്നത് വെക്കാൻ അറിയില്ല. അവൻ പറഞ്ഞു ഇയാൾക്ക് തിന്നാനും അറിയില്ല. ഒരു സാധനം അടുപ്പ് പുകയുമ്പോഴാണ് ഈ സാധനത്തിൻ്റെ ഫീൽ ഉണ്ടാവുക.
അത് വിറകലൂടിയാകുമ്പോൾ അതിനേക്കാളും പോട്ടെ, അതൊന്നും സാരമില്ല. ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്നറിയോ? കൃഷ്ണ കുചേല സങ്കല്പം പറയുമ്പോൾ നമ്മൾ ആ സാധനം ഒന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കണം. അല്ലെങ്കിൽ കാര്യമില്ല ഇത്, അല്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് ഒരു ഉമ്മ ഒരു ടൗണിൽ പോയിട്ട് ഒരു കടയിൽ നിന്ന് ചോദിച്ചു, ഇവിടെ കുക്കർ ഉണ്ടോ മോനെ? മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, അന്നേരം പൈസ തന്നെ ഒരു കുക്കറുണ്ട്. അയാൾ പറഞ്ഞുണ്ട് ഉമ്മ, പ്രസ്റ്റീജിൻ്റെ ബെസ്റ്റ് കുക്കറുണ്ട്. ആ കുക്കറെല്ലാം എടുത്തു കൊടുത്തിട്ട് ഉമ്മ തെറ്റും മറിച്ചും നോക്കിയിട്ട് ഇതെങ്ങനെയാ മോനെ, ആ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ അന്നേരം പറഞ്ഞു, ഉമ്മ ഒന്നും പേടിക്കണ്ട, ഇത് അടുപ്പത്ത് വെക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരി ഇടുക, ഒരു 3 വിസിലടിക്കുമ്പോൾ എടുത്ത് താഴെ വെച്ചോ, സംഭവം ക്ലിയറാവും. ഉമ്മ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ സാധനം വർക്കാകുന്നില്ല. ഒരു സ്ഥലത്ത് കടയിൽ പോയിട്ട് ചോദിച്ചു, നീ എന്ത് സാധനം അവിടെ തന്നിനി, എന്ത് കുക്കറാണ് ഇത്, ഇതിലൊന്നും ആകുന്നില്ലല്ലോ, അരി ഇട്ടു വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇതൊന്നും വേകുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെങ്ങനെ ഇത് ചെയ്തിനി? അതുണ്ടല്ലോ മോനെ, ഞാൻ അടുപ്പത്ത് വെച്ചു, വെള്ളവും അരി ഇട്ടിട്ട് ഞാനൊരു വിസിലടിച്ച്. എൻ്റെ ഭർത്താവുണ്ട്, അയാൾക്ക് ശ്വാസം മുട്ടലാണ്, എന്നാലും ഓരോട് പറഞ്ഞിട്ട് ആലിക്ക 2 വിസിലടിച്ച്. മോൻ വന്നതിന് ഓനും 4 വിസിലടിച്ചിട്ട് ഇത് വേണ്ടേ. അപ്പം അയാൾ പറഞ്ഞു, എല്ലുമ്മ ഇത് നീ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ദൂരെ നിന്ന് വിസിലടിച്ച് ഇത് പോവില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വിസിൽ വരണം. ഈ പറയുന്ന ആധ്യാത്മികതയുടെ തരംഗമുള്ള ചാമുണ്ടാദേവിയുടെ സങ്കല്പത്തിൻ്റെ മേലെ ഈ പറയുന്ന കുക്കർ വെക്കണം. എന്നിട്ട് ആ കുക്കറിൽ നിന്നാണ് വിസിൽ വരേണ്ടത്. അല്ലാണ്ട് കുക്കർ ആടെ വെച്ചിട്ട് റോഡിൽ പോയി വിസിലടിച്ചാൽ വേവില്ല. ഇതെങ്ങനെയാ വേവേണ്ടതെന്നറിയോ? ഈ സാധനം എനിക്ക് ഫീൽ ചെയ്യണം. എന്നിൽ അതാതാളിൽ ശ്രീകൃഷ്ണത്വം കുചേലത്വം ഉണ്ട്. ത്വം ചേർക്കയിൽ എന്താ ത്വം ചേർക്കേണ്ടത്? കൃഷ്ണത്വം എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, ഗുണമാണ്. കുചേലത്വവും ഒരു ക്വാളിറ്റിയാണ്. ആളെവിടെ? ആളെ നമുക്ക് പറയാം. രാജകൊട്ടാരത്തിൽ ജനിച്ചു ഒരാൾ. അതിന്റെ അത്ഭുതം എന്താണെന്നറിയോ? ആ ജനിക്കേണ്ടയാള് ജനിക്കുന്നതിന് മുമ്പേ കാർണോർ പിടിച്ചു കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിലാക്കി. കാർണോറാണ്. എന്താ കാർണോറെ പ്രശ്നം എന്നറിയാം? അയാളെ സീറ്റ് പോയി പോകുന്നു ആരോ ഒരു ജ്യോതിഷി പറഞ്ഞു, എനിക്കൊരു മരുവൻ ജനിക്കാൻ പോകുന്നുണ്ട്, മരുവൻ്റെ കൈ കൊണ്ടാണ് നിൻ്റെ അവസാനം, ബി കെയർഫുൾ. അപ്പം തന്നെ അയാൾക്ക് ഞെട്ടി. എന്താ കാരണം എന്നറിയാം? അയാളെ മനസ്സ് കുചേലത്വത്തിലാണ്, മൈൻഡ് കൊണ്ട് അയാളെ സകല കളി. അയാൾ എന്താ ചെയ്യേണ്ടത്? ഈ മരുമകനെ വളച്ചു പിടിച്ച് ബുദ്ധി കൊണ്ടാണെങ്കിൽ വിജയിക്കാം. ഇയാൾ മൈൻഡ് കൊണ്ട് കൈകാര്യം ചെയ്തു. പിടിച്ച് പ്രസവിക്കാൻ പോകുന്ന പെങ്ങളെ പിടിച്ച് ജയിലിൽ കൊണ്ട്, എന്നിട്ട് ജനിക്കുന്ന ഓരോന്നിനെയും പിടിച്ച് നിലത്തടിച്ച് തീർത്താണ്. നിലത്തടിക്കുമെന്ന് പറഞ്ഞ സംഭവം കേട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസ്കൃത കേന്ദ്രത്തിലുള്ള ഈ ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ തൻ്റെ പരമ്പരയെ നശിപ്പിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. എന്തൊക്കെയാ നടക്കുന്നത്? കൊച്ചു കുട്ടിക്ക് വിഷം കൊടുത്തു കൊന്നു കഴിഞ്ഞ ദിവസം ഒരമ്മ പേരാമ്പ്രയിൽ, അച്ഛനെടുത്ത് എറിഞ്ഞു കാസർഗോഡ്. എല്ലാം അത്ഭുത. മൈൻഡ് കൊണ്ടുള്ള നേരിടലായി, മൈൻഡ് കൊണ്ടുള്ള. ആ മൈൻഡ് കൊണ്ട് കംസൻ എന്ന് പറയുന്ന കാരണവർ സ്വന്തം പെങ്ങളിലുണ്ടാവുന്ന കുട്ടികളെയാ തകർത്തെറിയാൻ ശ്രമിച്ചത്. ശ്രദ്ധിക്കണം. പക്ഷെ പ്രകൃതി വലുതാണ്. ഞാൻ ഈ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളൊരു അപ്പൂപ്പൻ താടി പോലെ നിന്നാൽ മതി. ബി കൂൾ. ഗേറ്റ് ഓപ്പണാവും. പേടിക്കണ്ട. മിഞ്ഞാന്ന് വീട്ടിലിരുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, വക്കീലെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും തരാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2000 ഉറുപ്പ്യ തന്നു. ഭയങ്കര ഹാപ്പി. 2000 ആ കഴിഞ്ഞ പാട് ഒരു പിരിവാറ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ 2000 ഉറുപ്പ്യ മുറിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ അയിമെന്ന് എടുക്കുക, എന്നെ തൊടാൻ വിടല്ല. അത് കാരണം നിങ്ങൾ തൊട്ടിട്ട് സങ്കടമാകുന്നു. കാരണം ഏലൂട്ടിയാ പോയിട്ട് എങ്ങനെ ഇത് പറയാ? നമ്മളിതിനെങ്ങനെ കാണണ്ട്? ഈ സർപ്രൈസ് മറികടക്കണം. എങ്ങനെയാ മറികടക്കേണ്ടത്? പോട്ടെ എന്ന് എല്ലാം പോട്ടെ എന്ന് പറയറേ. മോള് കോളേജിൽ പോയി വൈകുന്നേരം തിരിച്ചു വന്നിട്ടില്ല, പോട്ടെ. ഇപ്പം അങ്ങനെയല്ല നടക്കുന്നത്. ഭയങ്കര ചെലവ് കുറവല്ലേ? കല്യാണം കഴിക്കേണ്ട ചെലവ് കുറഞ്ഞു.
പോട്ടെ എന്ന് പറയും, ഡിസ്കാർഡ് എന്ന് പറയും. ത്യജിക്കുന്നത് ഭയങ്കര സംഭവമാണ്. ത്യജിക്കുന്നത് ഭയങ്കര സംഭവം. അത് കുചേലത്വത്തിലൂടെ ചെയ്യരുത്, കൃഷ്ണത്വത്തിലൂടെ ചെയ്യണം. കുചേലത്വത്തിലൂടെ ചെയ്താൽ പോയി. പണ്ട് നമ്മൾ 5 വക്കീലന്മാർ കാശിക്ക് പോയിട്ട് ആടെന്ന് തീരുമാനിക്കണം വരുമ്പോൾ ഓരോന്നും ഒഴിവാക്കുന്നു. ഒരാൾ പറഞ്ഞ് ഞാൻ അച്ചാർ ഒഴിവാക്കി, ഒഴിവാക്കാമല്ലോ. ഒരാൾ പറഞ്ഞു ഞാൻ പപ്പടം, ഇനി ജീവിതത്തിൽ പപ്പടം വേണ്ട. ഇതെല്ലാം കഴിഞ്ഞിട്ട് വടകരയുള്ളൊരു വക്കീലുണ്ട്, അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഓളെ ഒഴിവാക്കി എന്ന് വെച്ചാൽ മൊത്തം ജീവിതം ഉഷാറാകത്തില്ല. അങ്ങനെ ഒഴിവാക്കിക്കൂടാ. ഒഴിവാക്കാൻ പറഞ്ഞാൽ നോക്കിയിട്ട് ഒഴിവാക്കണം. ഞാൻ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ സഭക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കേട്ടത് അങ്ങനെയല്ല പറയണ്ടേ, നമ്മൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യും. എന്ത്, എപ്പോ, എങ്ങനെ എന്നൊരു സാധനമുണ്ട്. അതാണ് ആ കുചേലത്വത്തിൻ്റെ മനസ്സാണ് കംസനുണ്ടായത്. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ട്രാക്ക് മനസ്സിലാകുന്നുണ്ട്? എപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മൈൻഡ് കൊണ്ട് നേരിട്ടാ അതെല്ലാം കുചേലത്വത്താണ്. കാരണമുണ്ട്. ബുദ്ധി കൊണ്ട് നേരിട്ടാൽ അതെല്ലാം കൃഷ്ണത്വമാണ്. ഈ കംസന്റെ അടുത്ത് കുചേലത്വം എന്ന് മനസ്സുകൊണ്ട് അദ്ദേഹം കൊന്ന് തള്ളിക്കളഞ്ഞു. പ്രകൃതി തീരുമാനിച്ചു അങ്ങനെയല്ല. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞാ ജനിക്കുന്നത്. അത് ഭയങ്കരമായ രക്ഷപ്പെടലിലൂടെ, ശ്രദ്ധിക്കണം, വസുദേവനിലുണ്ടായ, ദേവകിയിലുണ്ടായ ആ കൊച്ചു കുഞ്ഞിനെ നന്ദഗോപർ എന്ന് പറയുന്ന ഒരാളാണ് പായിച്ചു കൊണ്ടുവന്നത്. നന്ദഗോപർ, ഗോക്കളുമായി ബന്ധമുണ്ടായാക്ക്. ആർക്ക്? നന്ദഗോപർക്ക്. പശുക്കളെ വളർത്തുന്ന യാദവ വിഭാഗത്തിൽപ്പെട്ട നന്ദഗോപർ, ശ്രദ്ധിക്കണം, ആടത്തേക്കാ കൊണ്ടുപോയി. എന്താ കാരണം എന്നറിയോ? ആടത്തേക്കാ പോണ്ട്. എന്താ കാരണം എന്നറിയോ? പാലും ഗോവിൽ നിന്ന്, ഗോമാതാവിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങൾ കഴിച്ചാൽ കുഞ്ഞ് വളരണമെന്ന് പ്രകൃതി തീരുമാനിച്ചു. അങ്ങനെ ചിന്തിക്കണ്ട. യാദവ സഭേൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും നമുക്കറിയില്ല. ഞാൻ പറഞ്ഞു പിന്നെ ആരാ പറയുന്നത്? ഞാൻ ചോദിച്ചു ആരാ നന്ദഗോപർ, ആരാ യശോദ, എന്താ വൃന്ദാവൻ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റ് ചോദിച്ചു ഇങ്ങോട്ടാ ചോദിക്കുന്നത്, അതിനല്ലേ നിങ്ങളെ വിളിച്ചിന് പറഞ്ഞായിരുന്നാ. പിന്നെ എല്ലാം കൂടി എനക്കായി ചുമതല തേച്ചു. യാദവർ പഠിക്കണം. യാദവരുടെ കൃഷ്ണനാരാ, യാദവരുടെ യശോദയാരാ, യാദവരുടെ നന്ദഗോപരാരാ. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും, ഇതാ ജീവിതം, ഇതാ ജീവിതം. ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് എന്തെന്നൊക്കെ ചെയ്യേണ്ടത്. ഇന്നിപ്പം ഞാൻ തളിപ്പുറമെന്ന് വരുമ്പോൾ എൻ്റെ ബസ്സിലിരുന്ന് ഞാൻ വെച്ചിട്ട് അയാൾ എന്നെ കൊന്നു. ടെൻഷൻ ഇങ്ങനെ ഭാര്യ എറിഞ്ഞ് എൻ്റെ മേലെ വേർപ്പാന്ന് എറിയുന്നു. എന്നാ ചെയ്യേണ്ടത്? പയ്യ എന്നെ ചോദിച്ചു നിങ്ങളെടുത്തേക്കാ. ഞാൻ പറഞ്ഞു ഞാൻ എവിടെയാ പോകുന്നുണ്ട്. അപ്പോൾ എടുത്തേക്കാ പോണ്ട്. അപ്പം അയാൾക്ക് ഇവിടെ ട്രെയിന് പിടിക്കണം, ട്രെയിനിലെത്തണം. അപ്പം ബസ് ബക്കളം മുതൽ ഇങ്ങോട്ട് അയാൾ ടെൻഷനാണ്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് ആ വളവട്ടണമാലത്ത് തമ്മിൽ ബ്ലോക്കായി പോട്ടെ, ഒന്ന് കാണാമല്ലോ, ഇതിൻ്റെ രംഗങ്ങൾ കാണാമല്ലോ. നമ്മളതിനങ്ങനെ ഞാൻ അല്പം കുചേലത്വത്തിലേക്ക് പോയി. ശ്രദ്ധിക്കണേ, മൈൻഡാ കാണാൻ. അതേപോലെ അയാൾ വളവട്ടണമാലത്ത് ബ്ലോക്കാന്ന് എന്നോട് ചീറ്റകളെന്നെ കളിക്കുന്നു. ഞാൻ പറഞ്ഞു എന്നാ എനിക്കറിയാം, നിങ്ങൾക്കൊരു പരവില്ലല്ലോ, നിങ്ങളെവിടെയാ വീട്? ഞാൻ പറഞ്ഞു കോഴിക്കോടാണ്. കോഴിക്കോട് എവിടെയാ? കുതിരവട്ടം എന്നോ. എണീക്കലും ഒറ്റ ഇരുത്ത ഇടത്തെ ഭാഗത്ത് പോയിട്ടാണ്. ഇവൻ കൊത്തു കൊല്ലോ ചെയ്യാന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ പേര് കേൾക്കും പിന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ എല്ലാവരും അങ്ങനെയാന്നാ. ഇതിന്റെ വ്യത്യാസം മനസ്സിലായി. ഈ കാഴ്ചപ്പാടിലാണ് തകരാറ്. കാണുന്നത് അതിൻ്റെ അകത്തേക്ക് കയറ്റത്. നല്ലവരുണ്ടാം അവരിലെന്നോർക്കണം. ശ്രദ്ധിക്കണം, ഭഗവാൻ പറയുന്നതാ. വിഭീഷണൻ ഇങ്ങ് വരുമ്പോ ഹനുമാൻ പറഞ്ഞു ശ്രദ്ധിക്കണ്ടേ, സംഭവം എന്തോ പാരൊക്കെ വരുന്ന. നേരം പറഞ്ഞു അല്ല, ശത്രുക്കളിൽ ഉണ്ടാവും നല്ലവൻ. അത് കണ്ടുപിടിക്കാൻ കഴിയണം നമ്മളില് ഏതാണ് ഇതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ എളുപ്പമായി. നേരെ പിടിച്ചോ. ഭഗവാൻ നന്ദഗോപരെന്ന് പറയുന്ന കാലികളെ വെച്ച് ഗോക്കളെ വെച്ച് ഒരു വൻ
ഗോക്കളുടെ കേന്ദ്രമുള്ള സ്ഥലത്തേക്കാ എത്തുന്നത്. ഭാഗ്യവാനാണ്. ജനനം വ്യത്യാസ. ശ്രദ്ധിക്കണേ, ബുദ്ധി പ്രകൃതി പ്രവർത്തിപ്പിച്ചിട്ട് ആ ജനനം ഉണ്ടായി. അവിടെയായി ഇതിന്റെ പ്രത്യേകത. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കൃഷ്ണൻ ഉണ്ടാക്കിയെടുത്തതല്ല ബുദ്ധി, ഈ പ്രകൃതി കൊടുത്തതാ. ഭയങ്കര ശ്രദ്ധിച്ചോ. ഇപ്പൊ ഒരു ഭാരതത്തിലെ ഒരു കുട്ടിയാണത്രേ ആൽബർട്ട് ഐൻസ്റ്റൈനേക്കാളും IQ കൂടുതലുള്ള ഒരു കുട്ടി ഭാരതത്തിൽ ജനിച്ചു ഉണ്ട്. ജനനം അതാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ, അങ്ങനെ ജനിച്ച ഒരാള് ആദ്യ അയാളെ കാര്യമെല്ലാം മനസ്സുകൊണ്ടായിരുന്നു. അമ്മയെ തേടും. ശ്രദ്ധിക്കണേ, അമ്മയെ തേടും. മഞ്ഞൾ വിഴിഞ്ഞുള്ള കൂറകളൊന്നുമേ മങ്ങാതെ മാനിച്ചു കൊള്ളുക വേണം. ശ്രദ്ധിക്കണം, എല്ലാം മറ്റാരും കാണാതെ പെട്ടകത്തിൽ ഒളിപ്പിച്ചു വെച്ച മഞ്ഞക്കൂറ വസ്ത്രങ്ങൾ വരെ ആട സൂക്ഷിച്ചതാ പറയുന്നത്. ആട നോക്കണേ, മനസ്സുകൊണ്ട് ആടത്തേക്ക് എത്തിപ്പോയത്. പോരാ, വളർന്നു. അപ്പൊ പറഞ്ഞു, നീ മനസ്സുകൊണ്ട് നേരിട്ടാ പോരാ. മനസ്സുകൊണ്ട് നേരിട്ടാ പോരാ, നീ ബുദ്ധി വളർന്ന് വരണം. മറ്റേയാൾ എന്താ സംഭവിച്ചറിയാം? ഒന്ന് ചാടിച്ചപ്പുറത്തേക്ക് പോയാൽ കാണും. മറ്റേയാള് കുചേലനാ. അയാൾ ചെറുതിലേ ജനിച്ചത് ദരിദ്രനായിട്ടാ. വളർന്നിട്ടോ? വളർന്നു എന്നേ ഉള്ളൂ. എന്താ? ദാരിദ്ര്യം തന്നെയാ. എങ്ങനെ? മാനസികമായിട്ടും ദാരിദ്ര്യം, ശാരീരികമായിട്ടും ദാരിദ്ര്യം. എല്ലാം ഉടങ്ങി ചുളിഞ്ഞ് ഭക്ഷണം കഴിക്കൂല. എന്താ കാരണം? നാളേക്ക് വെച്ചിട്ട് പൊയ്ത്ത് പൂപ്പലെടുത്ത് അങ്ങനെ കിടക്കും. ദാരിദ്ര്യം. ആ രംഗം ആലോചിച്ച് നോക്കണേ. ഒന്നും അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് മുഴുവൻ മനസ്സോടെ. അതറിയാം, ഇങ്ങനെ ഉരുകും വീട്ടിലിരുന്നിട്ട്. ഒന്നുമില്ലപ്പ. എന്തെന്ന്? പൈസയില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്തൊരു മനുഷ്യനാവിളി, അപ്പം ദാരിദ്ര്യം അല്ലാണ്ട് നിങ്ങൾ പറയുന്നില്ലല്ലോ. എൻ്റെ ബടായിക്കൊരു കുറവുമില്ല. എന്താ കാരണം? ഇയാൾ ഇടക്കിടക്ക് പറയും, ഇനി എന്നെ അധികം കളിക്കണ്ട, രാജാവ് എൻ്റെ ക്ലാസ്മേറ്റാ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ SP വിളിച്ച് പറയും, എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്നെല്ലാം പറയും. അപ്പോൾ ഒരു ദിവസം ഈ പെണ്ണുങ്ങൾ പറയും, നിങ്ങളല്ലേ പറഞ്ഞേ, നിങ്ങളെ സുഹൃത്താ രാജാവ് കൃഷ്ണൻ, പോയി ചോദിക്കറോ ഈ ചെറ്റക്കൊടിയിൽ ഈ ഒലിക്കുന്ന സ്ഥലത്ത് 10 പിള്ളറും, അതിനൊരു കുറവുമില്ല. എന്നിട്ട് ഇങ്ങനെ നിങ്ങളെന്താ കളിച്ചു കൂട്ടുന്നു? ഞെട്ടിപ്പോയി. ശരിയല്ലേ? മൈൻഡാന്നേ. എന്നാലും ഒരു സംശയം. ശ്രദ്ധിക്കണേ, പോയാലെങ്ങനെയാ ചോദിക്കുക? ഇതിനിടയ്ക്ക് ഒരു പിരിവാറ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് എങ്ങനെയാ ചോദിക്കുവാന്ന് വെച്ചിട്ടാണ്, ഒരു 2000 റുപ്യ മുറിക്കട്ടെ. ഞാൻ നീ രണ്ടും പറയല്ല, നിങ്ങളോട് എങ്ങനെയാ ചോദിക്കട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ 2000 മുറിക്കണം. അത് നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ്. നിങ്ങളെന്നാ വിചാരിക്കുവാന്ന് വെച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ഒരു ചീത്തയും പറയാത്തത്. കാരണം കഴിഞ്ഞ ദിവസം കണ്ടൊരു ബസ്സുകാർ തമ്മിൽ വാശിയായിട്ട് ഓൻ ഇനിയൊരു തെറി പറയാനില്ല മറ്റേ ക്ലീനർ. എന്നിട്ട് ഓൻ പറഞ്ഞു, ഞാൻ കൂടുതൽ നിന്നെ ചീത്ത വിളിക്കില്ല, എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരം അയാളെ നോക്കിയപ്പോൾ അയാൾ എന്നാ വക്കീലെ നോക്കുന്നല്ലേ. ഞാൻ പറഞ്ഞ അല്ല, ഇനിയിലും വലിയ സംസ്കാരം വേറെ അറിയാനിട്ടാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് നേരിടുന്നതുകൊണ്ടാ പറ്റുന്നത്. മനസ്സുകൊണ്ട് അയാൾ നേരിടുന്നു. അപ്പം അയാൾ പറയണെല്ലാം പറഞ്ഞു, എന്നാലും സംസ്കാരം അനുവദിക്കുന്നില്ല കൂടുതൽ പറയാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കണേ, ഈ കുചേലൻ ഇങ്ങനെ ബേജാറാവും. ദാരിദ്ര്യം പറഞ്ഞു. പെണ്ണുങ്ങൾ പറഞ്ഞ് ഒരു ദിവസം രാത്രി എന്തെല്ലോ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, നാളെ രാവിലെ പോയിക്കൊള്ളണം, കാര്യം ഞാൻ പറഞ്ഞേക്കാം, അല്ലേ പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. പറഞ്ഞിട്ടില്ല, വേണ്ട, ഇന്നാന്ന് പറയും, എന്നാൽ പിന്നെ നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. പക്ഷെ അതില്ല. അന്ന് എത്ര ദാരിദ്ര്യമാണെങ്കിലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സില്ലേ, അതുണ്ട്. അങ്ങനെയാണ് ഇവർ പറയുന്നത്, നാളെ രാവിലെ പോയിക്കൊള്ളണം. രാത്രി കിടന്നു, ഉറങ്ങി. 2 മണിയാകുമ്പോൾ തോണ്ടി വിളിക്കുന്നു. ആര്? ഭാര്യ. അല്ല, ഉറങ്ങിയാ? ഇത് സാധാരണ കേൾക്കുന്ന ചോദ്യമല്ലേ. 2:30 ആകുമ്പോൾ മുട്ടി വെച്ചിട്ട് പറയും, കറണ്ടിൻ്റെ ബില്ല് വന്നിട്ട് പറയാൻ മറന്നുപോയതാ, പിന്നെ മലിന് വീണതാ, പിന്നെ AKGയിൽ ഫാന് തിരിയുമ്പോൾ കാണുന്നു 9,012 റുപ്യ കറണ്ട് ബില്ല്. ഇതെപ്പാ പറയുക? രാത്രി 2:30. അന്നേരം ഇയാൾ പറയും, എനിക്കിപ്പം പറയാൻ കണ്ടിട്ട്. എന്നാ പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ പറയും, മോൻ്റെ പീസ് അടിച്ചിട്ടില്ല, ഇപ്പം പറയാൻ കണ്ടിട്ട്. അന്നേരം പറഞ്ഞു, നിങ്ങൾ എപ്പാ കണ്ടു കിട്ടുന്നത്?
ഈ വ്യത്യാസം മനസ്സിലാക്കി ഉറങ്ങി അങ്ങ് പൂതൽ കെടുമ്പം വിളിച്ചു, നാളെ പോവും അങ്ങള് ശരിക്കും. ഇയാൾക്കുള്ള ദേഷ്യം അങ്ങ് വന്നു വിട്ടു. എല്ലാം മൈൻഡ് കൊണ്ടാന്നേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ, ഉലകിലെഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ, പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. അത് ഏടി അതിൻ്റെ ബുദ്ധി എന്ന് നോക്കിക്കോ. ഇയാൾ ഉറക്കം ഇങ്ങനെ കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞു, ഏടോ പറഞ്ഞെങ്ങനെ നീ എന്നോട് എത്രോടെ പറഞ്ഞു രാവിലെ പോകാൻ? പാതിരാത്രി ആയില്ലേ, ലേശൊന്നും ഉറങ്ങാൻ പോലും നീ കരകരയാക്കല്ല, രാവിലെ പോയിക്കോളാം ഞാൻ രാവിലെ. അന്നേരം ഇയാൾ ഇതത്രയും മനസ്സുകൊണ്ടാ. അന്നേരം ഇയാൾക്കൊരു ബുദ്ധി പ്രയോഗിക്കാൻ തോന്നും. ആ ബുദ്ധിക്കാണ് കുബുദ്ധി എന്ന് പറയാം. ബുദ്ധി വളർന്നു തുടങ്ങുമ്പം അത് പടർന്നു വന്നിരിക്കും, പല ബുദ്ധിയാവും. ശ്രദ്ധിക്കണം. എന്താ കുബുദ്ധി? എന്തെങ്കിലും കൊണ്ടുപോകണം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈടെ എന്നാ ഉള്ളത് അതിൽ പോകുന്ന വിചാരിച്ചന്. ഈടെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പോണ്ടെന്ന് പറയുന്ന വിചാരിച്ചന്. പെണ്ണുങ്ങളൊന്നും ഈടിയുണ്ട്. പോയിട്ട് കുറേ ഇതായ അവിലില്ലേ, അവിൽ തുണി കെട്ടിയിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോ. എന്താ കാരണം എന്നറിയാം? നിങ്ങൾ തിന്നുന്നല്ലല്ലോ, ഓൻ തിന്നുന്നല്ലേ. ഒരു വീട്ടിൽ പോയാലും പറഞ്ഞു വക്കീൽ ചപ്പാത്തി കഴിക്കും, ഞാൻ കഴിക്കും. അത് ഇന്നലെ കൊണ്ടുവന്ന് 2-3 ചപ്പാത്തി ഉണ്ട്. ഞാൻ പറഞ്ഞു വ്രതാന്ന്, ശബരിമലക്ക് പോകാൻ മാറിയിട്ട്. എന്നാ മിഞ്ഞാത്ത തിന്നോ? എന്താ ഇപ്പം ചെയ്യുക? അപ്പോൾ ഒരു വക്കീലൊരിക്കൽ എന്നോട് പറഞ്ഞു, ലേറ്റായിട്ട് ഭാര്യയെ വിളിച്ചാലും ഭാര്യ പറഞ്ഞു എല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, പൂച്ച തിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെടുത്ത് തിന്നോ. ഇയാൾ ഞാൻ കഴിച്ചിട്ട് വരാമെന്ന്. ഇങ്ങനെ ഇതിൻ്റെ അപ്രോച്ച് മനസ്സിലായി. ഇപ്പം അപ്രോച്ച് മനസ്സിലാക്കും. പല തരത്തിലുണ്ടാവും. നമ്മളെ PWDയിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഭയങ്കര രസിക്കണം. ആമ്പിളയരുമേ ഗ്രൂപ്പിലെ മെമ്പറാണ്. മൂപ്പര് ഒരു ദിവസം പറഞ്ഞു കോഴിക്കോട് പോകുമ്പോൾ ലേറ്റായിട്ട് അയാൾ ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഉടനെ വീട്ടിൽ വെച്ച് വൈഫിനോട് ചോദിച്ചു, എന്താ രാത്രിക്ക് ഭക്ഷണം? എന്താ കൊണ്ടുവന്നീ? ഒന്നും കൊണ്ടുപോയിട്ടില്ല, ഇഡ്ഡലി മാവ് വരെ കൊണ്ടുകൊടുത്തിട്ടില്ല. എന്താ രാത്രിയത്തെ ഭക്ഷണം? വിഷം. നേരം പറഞ്ഞു എന്നാ നീ കഴിച്ചിട്ട് കിടന്നോ, ഞാൻ കഴിച്ചിട്ട് വരാം. ചെറിയ ചെറിയ കാര്യങ്ങളായതെല്ലാം. അപ്പൊ ഈ അവില് പൊയ്ത്തത് കൊടുക്കും എന്നുള്ളത് ഇയാൾക്ക് ധാരണയില്ല. ഇയാളെ ബുദ്ധി പ്രയോഗിച്ച് നോക്കിയതാ. അത് ഭാര്യയോട് പ്രയോഗിക്കരുത്. എന്തിനാ പറയുന്നറിയോ? അമ്മ എന്ന് പറയുന്ന, ഭാര്യ എന്ന് പറയുന്ന, മാതൃത്വം എന്ന് പറയുന്ന ശക്തിയില്ലേ, അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് ഈ ഭാരതത്തിൻ്റെ തത്വത. ഒരു കളവും അവരോട് പറയണ്ട, ശ്രമിക്കണ്ട. ശ്രമിച്ചോ പരാജയപ്പെട്ടു. വൈഫൈ എല്ലാം ഓഫായിക്കോ വീട്ടിൽ. വൈഫ് ഉള്ളെടുക്ക നിൽക്ക്. ഹെൽമെറ്റും ഭാര്യ ഒരേപോലെ എടുത്ത് തലയിൽ വെച്ചാൽ മരിക്കാണ്ട് രക്ഷപ്പെടാം, അപകടം ഉണ്ടെങ്കിലും. എപ്രിഷിയേറ്റ് ദം. ഗുഡ്, നല്ലത് എന്ന് പറ. സൊല്യൂഷൻ ഉണ്ട്. ഇതാ ബുദ്ധി. അവർക്ക് ഭയങ്കര മൈൻഡ് കൊണ്ട് പ്രവർത്തിക്കും. അവർ ബുദ്ധിയുണ്ട്, മൈൻഡ് കൊണ്ട്. അതാ പെട്ടെന്ന് കരയുന്നത്. എന്തെങ്കിലും പറഞ്ഞാൽ അവർ അന്നേരം കരഞ്ഞാളി. 2 കരച്ചിലും ഉണ്ട്. കരഞ്ഞാൽ ഇവൻ ബൂന്നും അറിയാം, ഇവനെ പേടിപ്പിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലെടുത്ത് ഒരാൾ പെട്ടിയെല്ലാം എടുത്ത് ഇറങ്ങി, ഒരു പെണ്ണുങ്ങൾ. അയാൾ പറഞ്ഞു പോയിട്ട് വാ, ഞാൻ വന്ന് കൂട്ടാം. അല്ലെ ഞാൻ പറഞ്ഞു നേവുള്ളൂ, ഇപ്പം പോകുന്നൊന്നുമില്ലേ, ഇത് പിടിച്ചു വലിച്ചിട്ട് നീ പോലാന്ന് പറയുന്ന വിചാരിച്ചിന്. അപ്പം ഇതൊക്കെ ഈ ചെറിയ ചെറിയ സിറ്റുവേഷനാണ്. പോലാന്നാ വിചാരിച്ചിന്, പോണ്ടാന്ന് പറയുന്ന വിചാരിച്ചിന്. സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു അവിലുണ്ട്. ഇനി മൈൻഡ് കൊണ്ടാ കളിയെ. വളരെ ശ്രദ്ധിക്കണേ. ആ രംഗം നിങ്ങൾ ഓർത്തോ. സപ്താഹത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കുചേലൻ ഇങ്ങനെ പോയി നിന്നാ പോകുന്നറിയോ? മൈൻഡ് കൊണ്ടാണ്. ഭക്തി അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഭക്തി എന്ന് പറയുന്ന സാധനം മനസ്സുമായി ബന്ധപ്പെട്ട. ബുദ്ധി കൊണ്ട് ചെയ്യല്ലേ. മലയാളിക്ക് ബുദ്ധി ഉപയോഗിച്ച് ഭക്തി കാണിക്കുന്നതുകൊണ്ടായി തകരാറ് വരുന്നു. ചാമുണ്ട ഉണ്ടാവുമ്മ ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്. എന്തൊക്കെ ചെയ്യാ? ബുദ്ധി പ്രവർത്തിപ്പിക്കരുത്. ഇപ്പോൾ ഒരു സംവാദത്തിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരാൾ എണീറ്റിട്ട് എന്നോട് ചോദിച്ചിട്ട്, നിങ്ങളെ ദേവതകളെ കൈമ്പിലെല്ലാം ആയുധല്ലേ, കുന്തം, കൊടച്ചക്രം, വലിയ ശൂലം? ഞാൻ പറഞ്ഞു അതെ. അതിന് സംശയം എന്നാ? നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ? അതെ, രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. ആ രക്ഷിക്കാൻ എന്തിനാ ആയുധം? ഞാൻ പറഞ്ഞു എൻ്റെ ധൈര്യമാണ്, എൻ്റെ ദേവി എന്നെ രക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു
നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചൂടെ? ഞാൻ വിശ്വസിച്ചൂടാ. കാരണം കാലിനും കൈക്കും എല്ലാം ആണി അടിച്ചിട്ട് കയറ്റി ഒരാളെ എങ്ങനെയാണ് എന്നെ താഴെ ഇറങ്ങി വന്ന് രക്ഷിക്കുക? എനിക്ക് സംശയമുണ്ടെന്നേ. ആ സമയം ഇടിക്കണ നിൽക്കുന്ന ആള് അമ്മേ എന്ന് പറയുമ്പോണ്ടല്ലോ, ഇങ്ങോട്ട് വന്നു പറയും, നിന്നെ ഒരുത്തരും തൊടാൻ പോലില്ല. ദിസ് ഈസ് ദ കൺസെപ്റ്റ്. ഭക്തിക്ക് മനസ്സുകൊണ്ടേ ചെയ്യാവും, ബുദ്ധി കൊണ്ട് ചെയ്യണം. ബുദ്ധി കൊണ്ട് ചെയ്യുമ്പോൾ കടലായി പോയിട്ട് കൃഷ്ണൻ അതെന്താ ഓടക്കോയിൽ ചെരിഞ്ഞിനി ഞാൻ. ഇവിടെയാണ് മലയാളിക്ക് പറ്റിപ്പോയത്. അവിടെയാണ് ശബരിമലയിലെ ചർച്ചയൊക്കെ വരുന്നത്. എന്തിനാ ചർച്ച ചെയ്ത് നിങ്ങൾ? അവിടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണെന്നൊരു ഉത്തരം അവിടെ പോയാൽ കിട്ടും. അവിടെ പോകുന്ന ഒരാൾക്കാ കിട്ടുക. ചെരുപ്പിടാതെ മുദ്ര ധരിച്ച് കാട്ടിലൂടെ കാനനപ്പാതയിലൂടെ കല്ലും മുള്ളും ചവിട്ടി ഇരുമുടിക്കെട്ടുമെടുത്തിട്ട് ആ 18 പടി കയറുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, തത്വമസി, നീയും ഞാനും ഒന്ന്. ഇതാണ് മനസ്സ് കൊണ്ടുള്ള സാധനം. ബുദ്ധി ആടി എത്തിയിട്ട് ആരെങ്കിലും ഞാനും നീ ഒന്നാന്ന് ചോദിച്ചിട്ടോ? ഇല്ല, കഴിയില്ല ചോദിക്കാൻ. എനിക്കൊരു പോലീസുകാരൻ ഇട്ട് തന്ന വീഡിയോ ഞാനത് അമ്പലവരുമേൽ ഇട്ടിട്ട് അത് ഒരുപാട് ആൾ ഫോർവേഡ് ചെയ്തു. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. 2 കയ്യുമില്ല ഒരാൾ. മാലയിട്ട് ഒരു അയ്യപ്പന് 2 കയ്യുമില്ല. ആരോ തലയിൽ കെട്ടിക്കൊടുത്ത് ഇരുമുടി കെട്ടുകൊടുത്തിട്ട് അയാൾ കയറി ആ അയ്യപ്പൻ്റെ മുമ്പിലെത്തി ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ കണ്ണിന് വെള്ളം. തിരക്ക് ഉന്തി വിടുക. പോലീസുകാർ സാധാരണ തള്ളിവിട അയ്യാന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് ചാടല. പെട്ടെന്നൊരു പോലീസുകാരൻ്റെ ശ്രദ്ധയിലേക്ക് അയാൾ വരുന്നു. ആ പോലീസുകാരൻ വട്ടം പിടിച്ച് അയാളെ നിർത്തുന്നു. 15 മിനിറ്റ് അയാൾ ഒരേ നോട്ടം നോക്കിയിട്ട് അയ്യപ്പനെ നോക്കിയിട്ട് അയാൾ നിൽക്കുക. പോലീസുകാരിലും നല്ലവരുണ്ട്, അവരെ മനസ്സിലും അത് തട്ടിയിട്ടുണ്ട്. 2 കൈയില്ലാത്ത ആൾ നോക്കവിടെ. ഇത് മൈൻഡാണ്. ഭക്തി കൊണ്ടാണ് അയാൾക്ക് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടിയത്. ഭക്തി കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. പണ്ട് ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞ് വക്കളത്ത് വീട്ടിൽ കിടക്കുന്ന ഒരാളെ കാണാൻ അടുത്ത വീട്ടിലെ ആൾ പോയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എണീക്കെട്ട് നിനക്ക് കാണിച്ചു തരാം, വടക്കേ മതിലും കെട്ടിയിട്ട് നിന്റെ കാലിൽ ഞാൻ തൊട്ട് വിളിക്കുന്നത്. അയാൾ പറഞ്ഞു, നീ എണീക്കാണ്ട് കെട്ടെ, വളരെ നന്നായി, മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് വരുമോ? പിന്നെ ശ്രദ്ധിക്കണം. ജയിലിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ കള്ളന്മാരെ തോന്നി. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്താ അറിയോ, എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ. ആരെക്കൊണ്ട വേറെ ആലോചിച്ചിട്ടുണ്ടോ? അവരെപ്പം പ്രാർത്ഥിക്കും നല്ല ഉറക്കം കിട്ടണേ എന്നാണ്. അങ്ങനെയുള്ളവർ ഈ നാട്ടിലില്ലേ? അങ്ങനെയുള്ളവർ ഇതിൻ്റെ ഭാഗമല്ലേ? ഈ സാധനമാണ് നമുക്ക് എപ്പോഴും മാറിപ്പോരുത്. നമ്മൾ ഇതിനെ പിടിക്കേണ്ടത് ഭക്തി എന്ന് പറയുന്നത് മനസ്സിലാണ്. അതാണ് കുചേലന് കിട്ടിയത്. പക്ഷെ കുചേലൻ എന്താ പ്രത്യേകത? ജീവിതം മുഴുവൻ മനസ്സുകൊണ്ടാണ് ജീവിച്ചത്, ബുദ്ധി കൊണ്ട് ജീവിച്ചിട്ടേ ഇല്ല അയാൾ. അതുകൊണ്ടാണ് നിങ്ങൾ കുചേലൻ ഒരു അമ്പലവും കാണൂല. കുചേലൻ ഒരു മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി ജീവിച്ചു, അയാള് സന്തോഷത്തോടെ മരിച്ചു. ഒരു ചൊറിയ ഒരാളടുത്തും ഉണ്ടായിട്ടില്ല. കിട്ടിയത് ലാഭം. എവിടെ പോയിട്ട്? സുഹൃത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. അവിടെ എത്തി നോക്കുമ്പോഴേക്ക് മറ്റയാളെ ബുദ്ധി രാജാവിൻ്റെതാണേ. അതാണ് പോയി അയാളെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോയി അയാൾ. അതാണ് അയാൾ അതിൻ്റെ മേലേന്ന് സിംഹാസനത്തുമെന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഓടി താഴെ വന്നിട്ട് പറഞ്ഞു, സുധാമാവേ എന്ന് പറഞ്ഞു വിളിച്ചു. രാജാവിൻ്റെ ബുദ്ധി മനസ്സിലേക്ക് താണു. മനസ്സിലേക്ക് താഴുമ്പോൾ ഇത് അലിയും. 2 അലിഞ്ഞ് പിടിച്ച് കൊണ്ടുപോയി കാല് കഴുകിച്ച്. മനസ്സിലായ? എന്താ നീ കൊണ്ടുവന്ന എനിക്ക് എന്നാ ചോദിച്ചേ. ഈ പുയ്ത്തവില് അതെന്താ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഇപ്പാൻ്റെ നിങ്ങൾ ബബിൾ ഗാൻറ്റ കൊണ്ടു കൊടുക്കുമായിരുന്നു, ചവച്ച് മതിയായിട്ട് എങ്ങനെ. അതാവുമ്പോൾ അങ്ങനെ അവിലല്ലേ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻ്റെ അടുത്ത് വളരെ ഷാർപ്പായി സംസാരിക്കാൻ വേണ്ട ഒരാൾ വന്നില്ല. അപ്പാട് ഞാൻ ഒരു ചൂട് കട്ടൻ ചായ കൊടുത്ത് ഇതെല്ലാം കുടിച്ച് തീർന്നേരം പറഞ്ഞു, എന്നാൽ ശരി പോട്ടെ എന്ന് പറഞ്ഞ് ആ സാധനത്തിൽ ഫീൽ ചെയ്യുമ്പോഴേക്ക് നമ്മളെ ഫീല് കുറയും. ഇങ്ങനെയൊക്കെ ഈ ഫീല് കുറയാനാണ് എന്തെന്ന് പ്രാർത്ഥന, സംഗീതം, സ്തോത്രം. അങ്ങനെയാണ്.
ഗുരുവായൂരമ്പലത്തിന് ഞാൻ ഈ പറയുന്ന മനസ്സാണ് പറയുന്നത്, ബുദ്ധിയല്ലേ, മനസ്സാണ്. ഗുരുവായൂരമ്പലത്തിൽ ഒരാൾ ഇങ്ങനെ ഏകാദശിക്ക് ഇങ്ങനെ വന്നിട്ട് വട്ടം ചുറ്റി അയാളിങ്ങനെ പ്രദക്ഷിണം വെക്കുക, ഒരു നമ്പൂരിപ്പാട്. അദ്ദേഹത്തിന്റെ വായിൽ വേറെ ആളിങ്ങനെ പറയാ, കൃഷ്ണ ഒരു ജോലിയില്ല, കൊറോണയ്ക്ക് ശേഷം ഒരു ജോലിയും ഇല്ല. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോരുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം, അഴലുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ, വഴികാട്ടുക നാരായണ നാമം. കരിയ അതിലേ പോയി വന്ന് നോക്കും. അഗ്രിശാലിൻ്റെ അടുത്ത് ഒരാൾ കൈ വിട്ട് വിളിച്ചു, നിങ്ങൾക്ക് കറിക്ക് കായ് നോക്കാൻ അറിയാമോ? അറിയാം. അതോ അഗ്രിശാലയിൽ കൊണ്ടുപോയിട്ട് കറിക്ക് മുറിക്കാനൊക്കെയുള്ള ഇയാളാണെങ്കിൽ ഭയങ്കര സ്പീഡും. വൈകുന്നേരം ഇയാളോട് പറഞ്ഞു നാളെയും വരണം. അയാൾ പറഞ്ഞു എന്നാ അത് കറിക്ക് മുറിക്കുന്നതൊക്കെ പനിയാണ്, അതുകൊണ്ട് നിങ്ങളെ കണ്ടപ്പോൾ പറ്റുമെന്ന് വെച്ചിട്ട് വിളിച്ചാൽ അതെ നാളെയും വരാം. 18 ദിവസം അയാൾ പോയി കറിക്ക് മുറിച്ചു. എന്താണെന്നറിയോ? അയാളെ പ്രാർത്ഥനേൻ്റെ ഫല. മറ്റവൻ്റെ പനി ന്യൂമോണിയായി മാറിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഒന്നൊന്നിന് വഴി കാട്ടും പ്രകൃതി. നമ്മളൊന്നിനെ എതിർക്കണ്ട. വി ആർ ഇൻ ക്യൂ. ഞാൻ പറയാം, വി ആർ ഇൻ ക്യൂ. നമ്മൾ ക്യൂല, പേടിക്കണ്ട. എത്ര ആള് പൊട്ടിത്തെറിച്ച് നാനാഭാഗത്ത് ഉണ്ടാവും. ഇവിടെ വന്നിരുന്ന് അമ്മയുടെ അടുത്തിരിക്കാൻ യോഗം വന്നാൽ വി ആർ ഇൻ ക്യൂ, രക്ഷപ്പെടും. കറിക്ക് മുറിക്കാനാക്കിയ ആൾ 18 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ ആൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ വേണ്ട, കാരണം അതിലും വലിയ സ്പീഡുള്ള ആളാണ് വിടാം. മനസ്സിലായോ? ശ്രദ്ധിക്കണം. പിന്നെ അയാൾ തിരുനടയിൽ ചെന്ന് സോപാനത്തിൽ ചെന്ന് കരയത്രേ. അദ്ദേഹം ഇറങ്ങിപ്പോമ്പാന്ന് പിന്നീട് വീണ്ടും എഴുതിയും പറഞ്ഞും വന്നത്, ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരിക്കൽ കൂടി തൊഴേണമെന്ന്. ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൂടി തോന്നണം, അയ്യോ ഒന്നും കൂടി തൊഴുതാലോ എന്ന് തോന്നുന്ന ഭാവം മനസ്സ്. വളരെ ശ്രദ്ധിച്ചോ. ഈ കുചേലന്റെ മനസ്സതായിരുന്നു. കൃഷ്ണ ഭഗവാൻ അല്പനേരം മനസ്സ് താണേക്ക് വന്നേ. ഇനി ഞാൻ ഏടിയ ഇതിനെ കോയിൻസൈഡ് ചെയ്യിക്കുന്നത് നോക്കിക്കോ. കേരി ആടെ പോയി അവില് തിന്നു. 1 തിന്നു, 2 ഭാര്യ തിന്നു, 3 തിന്നുമ്പം ബാക്കിന്ന് ഭാര്യ. എൻ്റെ ഭഗവാനെ പിടിച്ച് ബാക്കോട്ട് തിരിച്ചിട്ട്, ഇയാളാണ് കൈ തിരിച്ചിട്ട് ഒന്നും തിരിയുന്നില്ല, എങ്ങനെയാണ് തിരിക്കുന്നത്? ഇയാൾക്ക് മനസ്സിലായില്ല എന്താ